നിങ്ങളെല്ലാവരും കേൾക്കണേ. യാക്കോബ് ഒറ്റ രാത്രി കൊണ്ട് വ്യക്തിയായി പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി രാജ്യമായി തിരിച്ചിറങ്ങിയ ആളാണ് യാക്കോബ്. കയറിയത് വ്യക്തി, തിരിച്ചിറങ്ങിയത് ഒരു രാജ്യം. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ഈ മനുഷ്യൻ ഉണ്ടായെങ്കിൽ അദ്ദേഹം എന്നാ പ്രാർത്ഥനാ മനുഷ്യനാ? എന്നിട്ടാണ് അടുത്ത ചോദ്യം, യാക്കോബിനെ പോലെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാകാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട. പുറകിൽ നിന്ന് ലാബാനും ഫ്രണ്ടിൽ നിന്ന് ഏശാവും വന്നാൽ മതി, നമ്മൾ തന്നെ പ്രാർത്ഥനാ മനുഷ്യരാകും. ഹല്ലേലൂയ. പ്രാർത്ഥനാ മനുഷ്യരാകാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്നും പുറകിൽ നിന്നും പ്രശ്നങ്ങൾ വരാമെങ്കിൽ അവിടെ ആശ്രയിക്കാൻ പ്രാർത്ഥനാ മുറിയല്ലാതെ കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ലാബാനോ അരിഞ്ഞു വീഴ്ത്താൻ നിൽക്കുന്ന ഏശാവിന്റെ നടുക്ക് ഏതെങ്കിലും യാക്കോബുമാരെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യരായി അവർ എഴുന്നേറ്റ് വരികയാ. ഹല്ലേലൂയ. പോട്ടെ. പൗലോസ് പ്രാർത്ഥനാ മനുഷ്യനായി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് വേദപുസ്തകത്തിലെ പൗലോസിൻ്റെ പ്രൗഢഗംഭീരമായ 4 പ്രാർത്ഥനകളുണ്ട്. അതൊന്നും പെന്തക്കോസ്ത് കോളത്തിന് ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ മാത്യു പാസ്റ്ററോടോ അല്ലെ ഇവിടെയുള്ള അപ്പച്ചന്മാരോട് ഈ കാലഘട്ടത്തിലാണ് പൗലോസ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഒരൊറ്റ മീറ്റിംഗ് ഇല്ലാതെ ജീരവെള്ളം കുടിച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വന്നേനെ. നിങ്ങൾ വേണ്ടതല്ല. കാര്യം പൗലോസ് പ്രസംഗിക്കുന്ന വിഷയങ്ങളൊന്നും ഈ കാലികമായ ദൈവസഭയ്ക്ക് ഇഷ്ടമല്ല. ഈ ദൈവസഭയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പൗലോസിന് പ്രസംഗിക്കാനും പറ്റില്ല. പൗലോസ് ഒരു ലേഖനത്തിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ സന്തോഷത്തോടെ ഞാൻ വടിയായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണോ? ഇന്നത്തെ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒരു സഭയോട് ചോദിക്കുക, ഞാൻ വടിയായിട്ട് നിന്റെ അടുത്തോട്ട് വരണോടാ എന്ന് ചോദിച്ചാൽ കമ്മിറ്റിക്കാരെല്ലാം അങ്ങോട്ട് പറയും, ഞങ്ങൾ തടിയായിട്ട് അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരണ്ട. ഹല്ലേലൂയ. സത്യമായിട്ട് ഞാനിത് ആരെ ഇകഴ്ത്താനും ഒന്നും പറഞ്ഞതല്ല. ഈ കാലഘട്ടത്തിൽ സത്യമായിട്ടും പൗലോസ് ജീവിച്ചിരുന്നാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ ജീരവെള്ളം കുടിച്ച് വീട്ടിലിരുന്ന് ആ മനുഷ്യൻ ചെതലരിച്ചു പോകത്തേ ഉള്ളൂ. കാര്യം ഒന്നും വാ തുറക്കാൻ പറ്റുകയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ വെളിപ്പാടുകൾ അത്ര ഗൗരവമുള്ളതാണ്. ഒരാമയും പറഞ്ഞാട്ട് ദൈവമക്കൾ, അദ്ദേഹം പ്രാർത്ഥനാ മനുഷ്യനാ. പൗലോസിന്റെ 4 പ്രാർത്ഥനകളുണ്ട്. അതെന്റെ വിഷയമല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഒരെണ്ണം മാത്രം പറയാം. അവന്റെ വിളിയാലുള്ള ആശയുണ്ടെന്നും വിശുദ്ധന്മാരില്ല എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആഴം നിങ്ങൾ ഗ്രഹിക്കണം. ദൈവത്തെ കൊണ്ട് എനിക്ക് എന്ത് സാധിക്കാമെന്നല്ല പ്രാർത്ഥന, എന്നെ കൊണ്ട് ദൈവത്തിന് എന്താണ് ആവശ്യം, അതാണ് പ്രാർത്ഥന. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകലും ഓടി പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നതിന്റെ പിറകിലെ ചേതോവികാരം ദൈവത്തെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട്. ഒന്നുകിൽ ഇളയ കൊച്ചിന്റെ കല്യാണം, അതല്ലെങ്കിൽ മൂത്ത കൊച്ചിന്റെ വിസ, അതല്ലെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന്റെ വീടിന്റെ ലോണ്, അതല്ലെങ്കിൽ കാലിലെവിടെ ഒരു നീരുണ്ട്, അതല്ലെങ്കിൽ വയറിനകത്തൊരു പ്രോബ്ലം ഉണ്ട്, അതല്ലേ തലയ്ക്കൊരു മന്ദതയുണ്ട്, അതല്ലേ BP താഴുന്നില്ല, അതല്ലെങ്കിൽ നെഞ്ചിനകത്തൊരു വേദനയുണ്ട്. ദൈവത്തെ കൊണ്ട് എന്തോ സാധിക്കാൻ ആലയത്തിലേക്ക് ആളുകൾ ഓടിക്കേറുമ്പോൾ പൗലോസിന്റെ പ്രാർത്ഥന ദൈവത്തെ കൊണ്ട് നിന്റെ കാര്യം സാധിക്കാനല്ല, ഈ ഭൂമിയിൽ നിന്നെ കൊണ്ട് ദൈവത്തിന് ആ കരമൊന്ന് തട്ടി ദൈവത്തെ സ്തുതിക്കാൻ. നിന്നെ കൊണ്ട്, നിന്റെ സഭ കൊണ്ട്, നിന്റെ വീട് കൈ അടിക്കാമെങ്കിൽ കൈ ഒന്ന് അടിച്ച് വാ തുറക്കാമെങ്കിൽ ദൈവത്തിന് പ്ലാമൂട് സഭയെ കൊണ്ട് ദൈവത്തിന് ചിലത്. അമ്മയുടെ ഗർഭത്തിൽ എത്രയോ പിള്ളകൾ ചാപിള്ളകളായി പോയി, എത്രയോ കുഞ്ഞുങ്ങളെ ഡിയാൻസ് ചെയ്യേണ്ടി വന്നു. ജനിച്ച കുഞ്ഞുങ്ങൾ എത്രയോ പേര് വളർന്നിട്ടില്ല, എത്രയോ പേർക്ക് ബുദ്ധി വൈകല്യമുണ്ടായി, എത്രയോ കുഞ്ഞുങ്ങൾ 8ഉം 10ഉം ക്ലാസ് എത്തുന്നതിന് മുമ്പ് ഒരു കരിങ്കൊടി ഉയർത്തി മണ്ണിൽ നിന്ന് മടക്കയാത്ര പറഞ്ഞു. എത്ര കുടുംബങ്ങൾ മുച്ചോട് മുടിഞ്ഞു ഉമ്മം കുരുത്തുപോയി, എത്രയോ പേര് നിത്യരോഗത്തിന്റെ കിടക്കയിൽ ബന്ധിക്കപ്പെട്ടു പോയി. അതിൻ്റെ ഇടയ്ക്ക് ആരോഗ്യത്തോടെ ദൈവം നിന്നെ നിർത്തിയത് നിനക്ക് വേണ്ടി അല്ല, ദൈവത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട്
നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്ന് ഈ പുസ്തകം പറയുന്നു. കണ്ടോ ഒരാമയും പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പോയ യോഗത്തിന് എന്നോട് ചോദിച്ചു ഏത് പാട്ട് പാടണമെന്ന്. ഞാൻ പറഞ്ഞു നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടുക. അതത്ര സന്തോഷം വരുന്ന പാട്ടല്ല. കാര്യം ആ പാട്ടിനൊന്നും എനിക്കൊന്നും കിട്ടാനില്ല, എനിക്ക് അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ. എന്റെ ദൈവമേ, ഒരാമയും വായ്പയെങ്കിലും മേടിച്ച് പറ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ചാകുന്നത് വരെ ആരെയും സങ്കടപ്പെടുത്തി പ്രസംഗിക്കരുത് എന്നുള്ള ചിന്തയുള്ള ആളാണ്. കാര്യം ഈ ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കേണ്ടി വരുമ്പോൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ എന്നെയും വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും വേദനിപ്പിക്കാതെ ആ ദൂതുകൾ പക്വമായി. കാര്യം ഈ ഒരു ചെറിയ ജീവിതത്തിൽ പിണക്കം സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് സ്നേഹം സമ്പാദിക്കുന്നത്. എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്നോട് കൂടെ വന്നേ പറ്റുള്ളൂ. ഇന്ന് യോഗം കഴിഞ്ഞിട്ട് ഈ ഡോർ തുറക്കുന്നതിന് മുമ്പ് ദൈവത്തെ കൊണ്ട് ഞാൻ സാധിച്ചു. നമ്മളെല്ലാം കൃപയുടെ കണക്ക് പറയുന്നത് ദൈവത്തെ കൊണ്ട് സാധിച്ച കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടാണ്. മൂത്ത കൊച്ച് MBBS പാസ്സായി ദൈവത്തെ കൊണ്ട്. ഞാൻ 4600 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചു ദൈവത്തെ കൊണ്ട്. ഞാൻ 42 ലക്ഷത്തിന്റെ കാറ് മേടിച്ചു. പറ ദൈവത്തെ കൊണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്തരീക്ഷം മാറി. ആരെ കൊണ്ട്? ദൈവത്തെ കൊണ്ട്. ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചേ, ഇന്ന് അച്ഛനെ കൊണ്ട് നിനക്ക് എന്നാ സാധിച്ചു? ഒന്നും സാധിച്ചില്ല. സ്വോത്രം വരട്ടെ, അങ്ങനെ അങ്ങോട്ട് സ്വോത്രം വരട്ടെ. നമ്മൾ വാരിക്കെട്ടി പറയുന്നു, അല്ലേ മക്കളെ? ദൈവത്തെ കൊണ്ട് ഒരു 10,000 കൂട്ടം കാര്യം സാധിച്ചില്ലേ? ആമേ. പക്ഷേ ദൈവത്തോട് ചോദ്യം, ഇന്ന് ചങ്കിന്റെ അകത്തെ വെട്ടിത്തിളയ്ക്കുന്ന ചോര. എൻ്റെ ഭാഷയെ പറഞ്ഞ 90 വയസ്സ് കഴിഞ്ഞിട്ട് 9 മാസം എൻഷുറും കുടിച്ചു കഴിഞ്ഞ ചല്ല യേശു മരിച്ചത്. 33 തിരുവയസ്സിന്റെ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരത്തിൽ വെട്ടിത്തിളയ്ക്കുന്ന ചോര ചങ്ക് തുളച്ചൂറ്റിയിട്ട് ഈ പാപലോകത്തിൽ നിന്ന്, ഈ പ്ലാമോട്, ഈ ട്രിവാൻഡ്രത്ത് ദുരാത്മശക്തികളുടെ ഈറ്റില്ലത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുത്തത് നിന്റെ ഇളയ കൊച്ചിന്റെ കല്യാണത്തിനല്ല, മറിച്ച് ഈ പട്ടണത്തെ ഇളക്കാൻ. നിങ്ങൾ ആമേൻ പറയണ്ട. എനിക്ക് പരാതിയില്ല. ദൂത് മനസ്സിലാകുന്നവർ ഒരു വേള ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ദൈവമക്കൾ എന്നോട് കൂടെ വളരെ പ്രാർത്ഥനയോടെ വന്നാട്ടെ. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായി ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ വല്ല മാർഗം ഉണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കരുതേ പ്ലീസ്. കാര്യം എന്നറിയോ? കണ്ണടച്ച് കർത്താവ് യോഗത്തിന് ഇരുന്നാലും ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ണു തുറന്നിരിക്കുക, യോഗത്തിനായിരിക്കുന്നുള്ള ചിന്തയോടുകൂടെ പ്ലീസ്. ഹല്ലേലൂയ. പത്രോസ് യേശുവിനോട് ചോദിക്കുക, നീ കർത്താവാണെങ്കിൽ താഴോട്ടൊന്നും കുഴപ്പമുണ്ടോ? കർത്താവിനോട് ചോദിക്കുക, കർത്താവേ അങ്ങ് കർത്താവാണെങ്കിൽ എന്നോട് അങ്ങോട്ട് വരാൻ പറ, നിന്റെ അടുത്തോട്ട് വരാൻ പറ. എൻ്റെ ചോദ്യം, പത്രോസേ ഇയാൾ വള്ളത്തെ കയറിയത് എവിടെ പോകാനാ? മറുപടി, അക്കരയ്ക്ക് പോകാൻ. 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാ, എനിക്ക് അക്കരയ്ക്കല്ല പോകേണ്ടത്, എനിക്ക് അവൻ്റെ അടുത്തോട്ടാ പോകേണ്ടതെന്ന്. കണ്ടോ ഡെസ്റ്റിനി മാറിയത് കൊണ്ടോ? ഞാൻ പത്രോസിനോട് ചോദിക്കുന്നു, അക്കരയ്ക്ക് പോകാൻ ഇറങ്ങിയ നീ എന്തുകൊണ്ട് അക്കര ചോദിക്കാതെ എനിക്ക് അങ്ങയുടെ അടുത്തോട്ട് വരണമെന്ന് പറയുന്നത്? പത്രോസ് പറയും, കഴിഞ്ഞ 9 മണിക്കൂർ അവനെ ഇല്ലാത്തതിന്റെ ഗതികേട് ഞാൻ അനുഭവിച്ചു നിൽക്കുകയാ. എന്റെ വിഷയം അക്കരയല്ല, എന്റെ വിഷയം അവനാ. ആലോചിച്ചാമേം പറ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നാ പത്രോസെ വരിക. ആ വേർഡ് ഒരു യൂണിവേഴ്സൽ കോളാണ്. പത്രോസെ നീ വരിക എന്നല്ല, ആണോ? സഹായിക്കുന്നേ. പത്രോസെ നീ വരിക എന്നാണോ? വരിക എന്നുള്ള വാക്കൊരു യൂണിവേഴ്സൽ കോളാണ്. അതിൻ്റെ അർത്ഥം എന്നറിയോ? ആ വള്ളത്തെ നിൽക്കുന്ന ആർക്കും വരാം. ആ വള്ളത്തെ നിൽക്കുന്ന ഈ വാക്കിനെ സ്വീകരിക്കാൻ കരുത്തുള്ള ആർക്കും വരാം. പത്രോസ് എടുത്തൊരു, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പത്രോസിന്റെ അകത്ത് കടലുമായിട്ട് ബന്ധമുള്ള മനുഷ്യനെ കൊന്നിട്ടാണ് വെള്ളത്തിൽ കാല് വെക്കുന്നത്. കാര്യം കടലുമായിട്ട് ബന്ധമുള്ള പത്രോസിന് അറിയാം വെള്ളത്തിൽ കാല് വെച്ചാൽ താഴുവെന്ന്. ദൈവവുമായിട്ട് ബന്ധമുള്ള പത്രോസിന് അറിയാം കാല് വെച്ചാൽ താഴുകയെന്ന്.
ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച നിങ്ങളുടെ ജനിതക സ്വഭാവമുള്ള ആ മനുഷ്യനെ കൊല്ലാതെ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ഒരു ചോട് വെക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഈ മനുഷ്യൻ വെള്ളത്തിൽ കാല് വെച്ചു. നിങ്ങൾ എന്നെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ കാല് വെച്ചു. ഈ മനുഷ്യൻ വെള്ളത്തിൽ താന്നില്ല. എന്നോട് കൂടെ ഉണ്ടോ പ്ലീസ്? വെള്ളത്തിൽ, ഓ മൈ ഗാഡ്, വെള്ളത്തിന്റെ മേളിൽ കൂടി ഈ മനുഷ്യൻ ഈസി ആയിട്ട് നടക്കുക. എങ്ങോട്ടാ നടക്കുന്നത്? യേശുപ്പായുടെ അടുത്തോട്ട്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോ കാറ്റും കോളും കണ്ട് പേടിക്കയാൽ, മൂലഭാഷയിൽ ഇരിക്കുന്ന വാക്ക് വ്യത്യസ്തമാണ്, അവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി, താഴാൻ തുടങ്ങിയെന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവ ശബ്ദം കേട്ടിറങ്ങിയാൽ പിന്നെ ഹ്യൂമൻ കാൽക്കുലേഷൻ ഒഴിവാക്കണം. ഹല്ലേലൂയ. ദൈവാലോചന കേട്ട് ചോട് വെക്കുന്നവര് മാനുഷിക കണക്കുകൂട്ടൽ ഒഴിവാക്കിയില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും താഴും. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട് ദൈവമക്കൾ. ഈ പത്രോസ് മുൻപോട്ട് പോകുന്നു, കാറ്റും കോളും കാണുന്നു, ഈ മനുഷ്യൻ താഴുന്നു. എന്നെ കേട്ടെ പ്ലീസ് പ്ലീസ്, ഈ മനുഷ്യൻ താഴുന്നു. എന്റെ ചോദ്യം, വരിക എന്ന് പറഞ്ഞ വാക്ക് യേശു ക്യാൻസൽ ചെയ്തോ? സഹായിക്ക്. വരിക എന്ന് യേശു പറഞ്ഞ വാക്ക് യേശു ക്യാൻസൽ ചെയ്തോ? ഇല്ല. ഇത്ര നേരം വെള്ളത്തിന്റെ മേളിൽ പത്രോസിനെ പൊക്കി പിടിച്ച കർത്താവ് മരിച്ചുപോയോ? ഇല്ല. ദൈവത്തിന്റെ ആരോഗ്യം കുറഞ്ഞോ? പിന്നെ എങ്ങനെ ഇയാൾ താന്നെന്നാ പറയുന്നത്? അപ്പോ വെള്ളത്തിന്റെ മേളിൽ നടക്കുന്നതും വെള്ളത്തിൽ താഴുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാം. കർത്താവുമായിട്ടുള്ള നിന്റെ ബന്ധവും വിശ്വാസവും സ്ട്രോങ് ആയി നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് വെള്ളത്തിന് മേളിൽ ചവിട്ടാം. പക്ഷെ എത്ര ദൂതുണ്ടേലും, നിങ്ങൾ കേട്ടോണം, എത്ര ദൂതുണ്ടേലും വ്യക്തിപരമായി അവനുമായിട്ടുള്ള നിന്റെ ബന്ധം സ്ട്രോങ് അല്ലെങ്കിൽ ദൂത് അലമാരിക്കാതിരിക്കും, നീ വെള്ളത്തിൽ താഴുകയും ചെയ്യും. ശ്രദ്ധിച്ചോ? നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു. ചില ആളുകൾക്ക് പ്രവചനത്തോട് ഭയങ്കര പ്രതിപത്തിയാ. പ്രവചനത്തോട് 21 ദിവസം 42 പാസ്റ്റർമാരുണ്ടെങ്കിൽ 47 പ്രവചനം കേട്ടിട്ടേ വീട്ടിൽ പോവുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എന്നോടൊന്നും വിരോധമില്ല, പ്രവചനം ദൈവത്തിൻ്റെതാണ്, നിങ്ങൾ കേൾക്കണം. പക്ഷേ പ്രവചനം അലമാരിക്കാതിരിക്കുമ്പോഴാണ് പലരും താഴുന്നത്. ഹല്ലേലൂയ. ചിലരോട് ജർമ്മനി പ്രവചിച്ചിട്ടുണ്ട്, അവർ ജർമ്മനി പോയിട്ട് അവർ പട്ടം പോലും ഇതുവരെ കണ്ടിട്ടില്ല. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അയ്യോ, ചിലരോട് പ്രവചിച്ചതൊക്കെ വലിയ ഗൗരവമുള്ള ദൂതുകളാ. അതിന്റെ ഒരറ്റത്ത് അവർ ഇന്ന് വരെ എത്തിയില്ല. എന്റെ ചോദ്യം, പ്രവാചകൻ കള്ളനാന്ന് പറയുന്നതിന് മുമ്പ്, പ്രവചനം കള്ളമാന്ന് പറയുന്നതിന് മുമ്പ്, അവൻ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധമില്ലായ്മയെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. 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 ഈ പത്രോസെ വെള്ളത്തിന് മേളിൽ നിൽക്കണോ? ആ വാക്കിന് പവറുണ്ട്. അവരുമായിട്ടുള്ള നിന്റെ ബന്ധം സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം. ഇല്ലെങ്കിലോ ആ വാക്കിന് ഒരു വാല്യൂ ഇല്ല, ആ വാക്കിന് ഒരു ബലവും ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഇതുമായിട്ട് മുൻപോട്ട് പോട്ടെ. ആ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമേ. ആമേൻ. പൗലോസ് പ്രാർത്ഥനാ മനുഷ്യനായി. അടുത്തത് പൗലോസ് പ്രാർത്ഥിക്കുന്ന 4 പ്രാർത്ഥനകൾ. ഒരെണ്ണം ചുമ്മാ പറഞ്ഞേക്കാം, അവന്റെ വിളിയാലുള്ള ആശ. ഒന്ന് ചേർന്ന് പറയാമോ വാക്ക്? ഒന്നൂടെ. എന്റെ കർത്താവേ, പ്ലാമൂട് സഭയ്ക്ക് ദൈവം എന്തിന് അടിസ്ഥാനം ഇട്ടു? കർത്താവേ, ദൈവം എന്തിന് എന്നെ ആയുസോടെ ഇരുത്തി? ദൈവമേ, ക്യാൻസർ സെന്ററിൽ പ്രാണന് വേണ്ടി എത്രയോ പേര് കട്ടിലേക്ക് കിടന്ന് കേഴുമ്പോൾ, ചിലർ വെന്റിലേറ്ററിലും ചിലർ ICUവിലും കിടക്കുമ്പോൾ, ആമേ ദൈവമേ, നീ എന്നെ എന്തിന് ജീവനോടെ ഇരുത്തി കർത്താവേ? ആമേ, അനേകർക്ക് സംസാരിക്കാൻ ശേഷിയില്ലാതെ കിടക്കുമ്പോൾ നീ എനിക്ക് എന്തിന് നാക്ക് തന്നു? അനേകരുടെ കാല് തുറന്ന് കിടക്കുമ്പോൾ നീ എന്തിന് എനിക്ക് കാല്? നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടണ്ടെന്നേ, എനിക്ക് നിങ്ങളോട് പരാതിയില്ലെന്നേ. ഇതൊക്കെ കേട്ട് താഴമ്പിച്ച് എന്തിനാ നീ എന്നെ ജീവനോടെ വെച്ചത്? എന്തിനാ നീ എന്നെ ജീവനോടെ വെച്ചത്? അവൻ പറഞ്ഞ 3ാമത്തെ പോയിന്റ് ശരിയായില്ലെന്ന് പറയാനോ? എനിക്ക് നിങ്ങളുടെ ഒത്താശയുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാ നമ്മളെ ജീവനോടെ വെച്ചത്? ആമേ, എന്നെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശം.
ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്ത് ഞാനൊരു 25 വർഷമായി പ്രസംഗിക്കുന്നയാളാണ്. എൻ്റെ ഓർമ്മയിൽ 25 വർഷമായി യേശുവിൻ്റെ കൃപയാൽ ഇവിടുത്തെ മുൻനിര പല സഭകളിൽ പോയി ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഏറ്റവും പഴക്കം അവകാശപ്പെടാനുള്ള, ഏറ്റവും വലിയ അഭിഷിക്തന്മാരുടെ നിര അവകാശപ്പെടാനുള്ള ഒരു സഭ, പട്ടണത്തിന്റെ ഹാർട്ട് ഓഫ് ദ സിറ്റി പോലെ ഇരിക്കുന്ന ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, എന്തിനാ ദൈവം ഇവിടെ ഈ സഭയെ ആക്കി വെച്ചത്? എന്തിനാ ഈ സഭയെ ദൈവം ഇവിടെ നിർത്തിയത്? ഞായറാഴ്ച 10 പേര് വന്ന് വട്ടം കൂടി കൈയടിച്ചു പോകാനല്ല. ദൈവത്തിന് ഹല്ലേലൂയ. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ പേരൊരു വെറൈറ്റി ആയതുകൊണ്ട് എൻ്റെ ഓർമ്മ നിൽക്കുന്നുണ്ട്. മാത്യു കോരുത് എന്നാണോ വേണ്ട, അവൻ എനിക്ക് അയച്ചു തന്ന കോരൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലതും പറഞ്ഞിരുന്നേ കുഴഞ്ഞേനെ ഇപ്പോൾ. ഹല്ലേലൂയ. ആമേ. ഈ മാത്യു പാസ്റ്റർ ഉൾപ്പെടെയുള്ള പാസ്റ്റർമാർ, ദൈവദാസന്മാരൊക്കെ പലരും ഉണ്ടല്ലോ. ഞാനിപ്പോൾ സഭാചാർജിലായിട്ട് 30ാമത്തെ വർഷമായി, ഇപ്പോൾ ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്. എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പാസ്റ്റർമാർ 5 എണ്ണം ഉണ്ട്. 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്ര സഭ. ഇപ്പം നിങ്ങൾക്ക് സ്വതന്ത്രനാരാന്നല്ലേ അറിയേണ്ടത്? ഞാൻ സമാധാനമല്ലോ. നോർമലി ഞങ്ങൾ ഈ എല്ലാ ദൈവദാസന്മാരും ഓരോ സഭകളിലേക്ക് മാറി ചെല്ലുമ്പോൾ, ഓരോ സഭകളിലേക്ക് മാറി ഇപ്പം മാത്യു പാസ്റ്റർ കുറേ സ്വപ്നം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? കുറേ ദർശനം ചോദിച്ചുകൊണ്ട് പാസ്റ്റർ മാത്രമല്ലെന്നേ, എല്ലാ പാസ്റ്റർമാരും ഇവിടെ ഇപ്പോൾ ഇളക്കി മറിച്ച് യൂത്തിനെ എല്ലാം കൂടെ വട്ടം കൂട്ടി അമ്മാമ്മമാരും അച്ഛന്മാരും എല്ലാം ആത്മാവിൽ ബലപ്പെട്ട് സഭയ്ക്ക് ഔട്ട്റീച്ച്, മുറ്റത്ത് കൺവെൻഷൻ, തിണ്ണെ കൺവെൻഷൻ, പിന്നെ പെരക്കകത്ത് കൺവെൻഷൻ, പിന്നെ ടെറസിൽ കൺവെൻഷൻ, ഇങ്ങനെ 1 കോടി സ്വപ്നങ്ങളുമായിട്ട് വന്ന് ആദ്യത്തെ 1 വർഷം മാക്സിമം കുത്തിയിളക്കി നോക്കിയിട്ട് അവസാനം പാസ്റ്റർ മനസ്സിലാകും സാധ്യത വളരെ കുറവാണ്. 2ാം വർഷം തൊട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ ഓടി ഒരു രോഗിനെ കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോൾ എത്ര സീരിയസ് ആണെങ്കിലും ഡോക്ടർ ആദ്യം പൾസറെ പിടിച്ച് അനങ്ങാതൊരു നിപ്പുണ്ട് കുറേ നേരം. നമുക്കയക്കൊരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഇത്രയും 140 കിലോമീറ്റർ സ്പീഡിൽ ആംബുലൻസെ കൊണ്ടുവന്നിട്ട് പുള്ളി ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. നിപ്പാണ് അനങ്ങാതെ. എന്നിട്ട് പുള്ളിയോട് ചോദിക്കണം ഇതെന്നാ നിപ്പ? അന്നേരം പുള്ളി പറയും പൾസ് ഉണ്ടോന്ന് നോക്കുക. അതെന്നാ? ജീവനുള്ളവർക്ക് കുത്തിവെക്കാനുള്ള മരുന്നേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്നാ? ശവത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഞാൻ ദൈവമക്കോട് പറയുന്നു, കാലികമായി ദർശനങ്ങൾ മരവിച്ചു പോയാൽ അവിടെ ദൈവപ്രവർത്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഷുഗർ കൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളുടെ കാലിന്റെ പത്തിയിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടിട്ടുണ്ടോ? ഒരു കറുത്ത നിറം. ഒന്ന് മിണ്ടപ്പാ, ഒരു കറുത്ത നിറം. ഡോക്ടർ ഇങ്ങനെ നോക്കി വെച്ച് പറയുന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അച്ഛാ സൂക്ഷിക്കണം, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ദൈവസഭയ്ക്കകത്ത് ആത്മാവിന്റെ സർക്കുലേഷൻ ഇല്ലാതെ വന്നാൽ സഭ പോകുന്നത് അപകടത്തിലോട്ടാണ്. എത്ര പേര് കരമെന്ന് തട്ടി ഹോളി സ്പിരിറ്റിന്റെ ചലനങ്ങൾ, ആത്മാവിന്റെ ചലനങ്ങൾ, ആത്മാവിന്റെ ഒഴുക്കുകൾ. ഹല്ലേലൂയ. കൈയടിക്കുന്നെങ്കിൽ ശക്തിയോടെ അതര തുറന്നൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ സഭകളെ. ഒരു സഭയിൽ 150 പേരുണ്ടെങ്കിൽ എല്ലാവരും ഉണർവിനെതിരുള്ളവരല്ല, എല്ലാവരും ആരാധനക്കെതിരുള്ളവരല്ല. പക്ഷെ എവിടെയൊക്കെയോ ഒരു ചെറിയ മേഖലയെ സാത്താൻ കൈവശപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്താ? കയറിക്കിടക്കാൻ വീട്, ഓടിച്ചു നടക്കാൻ വാഹനം, ഏതൊക്കെയോ 4 ബാങ്കിൽ കാശ്. ഇങ്ങനെ പണ്ടത്തെ ദാരിദ്ര്യത്തോട് വിട പറഞ്ഞ് ഇന്ന് ജീവിക്കാനുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കുന്നത് ഇഷ്ടമല്ലാത്ത അഭിഷേകത്തോട് അയ്യോ അപകടം.
അപകടം, 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 അപകടം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട് കർത്താവിന്? ഞാൻ ആ ഭാഗം അതിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞു മുൻപോട്ട് പോകാം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ എന്നോട് കൂടെ വന്നാട്ടെ. ഞാൻ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. എൻ്റെ ഈ കൊച്ചു പ്രഭാഷണ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ഒരു അധ്യായമുണ്ട് പാസ്റ്റർ ബൈബിളിൽ. അത് മത്തായി സുവിശേഷം 25 ചാപ്റ്റർ 25 എന്നെ ഏറ്റവും കൂടുതൽ വിരട്ടിയ ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അവിടെ ഒരു 10 കന്യകമാരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാമോ ആഴമായിട്ട്? 10 കന്യകമാരുണ്ട്. ഒരു ചോദ്യമുണ്ട്, മക്കളെല്ലാവരും എന്നെ ശ്രദ്ധിച്ച്. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതിന് സംഭവ ബഹുലമായ മറുപടികൾ ഉണ്ടാക്കണ്ട. മറുപടി വളരെ ഗൗരവമുള്ളതും വളരെ സിമ്പിളുമാണ്. മറുപടി ഇത്രയേ ഉള്ളൂ: മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ലൗകിക ലോകത്തിൽ പിടിച്ചു നിൽക്കാനാണ് ഒരാൾ ചർച്ചിലോട്ട് ഓടിക്കേറുന്നതെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയല്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ മാവേലിക്കര ശുശ്രൂഷിക്കുമ്പോൾ ഒരു ആൻറ്റി വന്ന് ഞങ്ങളുടെ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞതാ. നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എൻ്റെ ഇളയ മോളുടെയും കൂടെ കല്യാണം നടത്തി തരാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ശൈല്യം ചെയ്യലെന്ന്. അയ്യോ, എനിക്ക് ആ ആൻറ്റിയുടെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അറിയാതെ ഞെട്ടിപ്പോവും. യേശു ക്രൂശെ കിടന്ന് പിടച്ചത് 3ാമത്തെ കൊച്ചിൻ്റെ കല്യാണത്തിനാണെന്നോ ചിന്തിച്ച് എന്നെ വിട്ടി ചിന്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അർത്ഥം വിടുതലില്ലെന്നാണോ? വിടുതലുണ്ടെന്ന്. ക്രൂശ് അതിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചെടുത്ത അപകടം. ഓ, ഹല്ലേലൂയ. കാൽവറി അതിനു വേണ്ടി 33 കോടി ദേവന്മാരെ, അസുരഗണങ്ങൾ, ഇതിനെല്ലാം വിട്ടിട്ട് 40 വർഷത്തിനു മുമ്പ് എന്റെ അപ്പൻ ഇറങ്ങി തിരിച്ചത് കാലിലെ ചൊറി മാറാനാണെന്ന് ചിന്തിക്കുന്നിടത്താണ് അപകടം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ ആ കൈ ഉയർത്തിയത് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന്മാര് പാടിയ പാട്ടുകൾ ഓർക്കുന്നുണ്ട്. പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. അടുത്തത്, മണ്ണെ പ്രതി മാണിക്യം, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞുള്ള ലോകയാത്ര എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്നാ പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ചാൽ മറുപടി മണവാളന്റെ മണിയറയിലുള്ള യാത്രയുടെ പേരാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാലേ, പെന്തിക്കോസിന്റെ ഒരു ഏറിയയ്ക്ക് പുറകിൽ നമ്മൾ നടത്തിയ കൺവെൻഷൻ എല്ലാം 7 ദിവസമായിരുന്നു. നമുക്ക് 2.5 ദിവസം 3 ദിവസം 1.25 ദിവസം കൺവെൻഷൻ ഇല്ലായിരുന്നു. നമ്മുടെ കൺവെൻഷൻ നടത്തിയതെല്ലാം 7 ദിവസം. 1-ാം ദിവസം വരുന്നയാള് ഉഗാണ്ടയിൽ നിന്ന് വന്നാലും ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നാലും പ്രസംഗിക്കേണ്ട വിഷയം മാനസാന്തരമാണ്. ആണോ? നിങ്ങളൊന്ന് തലയാട്ടിയില്ല, ഞാൻ പൊട്ടത്തരം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. 2-ാം ദിവസം വരുന്ന പുള്ളി സ്നാനം പറയണം. 3-ാം ദിവസം വരുന്ന പുള്ളി ആത്മനിറവ് പറയണം. 4-ാം ദിവസം വരുന്നയാള് ഇണങ്ങിയാലും പിണങ്ങിയാലും വേർപാട് പറയണം. 5-ാം ദിവസം വരുന്നയാള് കൂട്ടായ്മയെ കുറിച്ച് പറയണം. 6-ാം ദിവസം വരുന്നയാള് പ്രാർത്ഥനയെ കുറിച്ച് പറയണം. 7-ാം ദിവസം വരുന്നയാള് യേശു വരുമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൺവെൻഷൻ ഗ്രൗണ്ടുകൾ അടിസ്ഥാന ഉപദേശങ്ങളുടെ പ്രദർശനശാലകളായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു തലമുറയോട് പറയുകയാ, നീ വേർപാട് പാലിക്കുക, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുക, കാലിലെ പൊടി കുടഞ്ഞു കളയുക, അവരുടെ ഇടയ്ക്ക് ചാടി വരിക. ആമേൻ. എന്തിനാണെന്നറിയാമോ? നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. ആ കരമം അടിച്ചാമേ, നമ്മുടെ പൗരത്വം. ഹല്ലേലൂയ. പോട്ടെ, പെട്ടെന്ന് പറഞ്ഞു പോവാം. അവിടെ 3 വാക്കുകളുണ്ട്. 1-ാമത്തെ വാക്ക് കന്യക. ഞാൻ വിശദീകരിക്കാതെ പറയാം, ഈ ദൂതിലെത്തണം.
കന്യക എന്ന വാക്കിൻ്റെ അർത്ഥം പുരുഷൻ തൊടാത്തവൾ. വാക്കിൻ്റെ അർത്ഥം അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. അനിഷേധ്യമായ. അപ്പം മണിയറെ പോകണമെങ്കിൽ പ്രസംഗിച്ചാലും ഇല്ലെങ്കിലും വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. ആമേൻ പറഞ്ഞില്ലല്ലോ. അവിടെ അത് അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. അത് സത്യത്തിൽ വിശുദ്ധി പ്രഭാഷണ വിഷയമല്ല, വിശുദ്ധി ആചരണമാണ്. ഹല്ലേലൂയ. മോനെ, ഈ ഞാൻ വായിക്കാത്തോട്ട് ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടൊന്നൊന്ന് വിചാരിച്ചോ. മുഖം കൊണ്ടൊന്ന് മധുരം കാണിക്കാവോ? എന്നെ നോക്കി പേടിപ്പിക്കാതെ. ഹല്ലേലൂയ. മുഖം കൊണ്ട് എങ്ങനെ കാണിക്കാന്? അപ്പോ ഈ മധുരത്തിന്റെ പ്രത്യേകത എന്നറിയാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് അനുഭവിക്കാം. ഇതുപോലെ വിശുദ്ധി പ്രസംഗിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് വിശുദ്ധരായി ജീവിക്കുന്നതാണ്. അല്ലേ? 1000 തവണ വിശുദ്ധി പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നവൻ അശുദ്ധനായിട്ട് പ്രസംഗിക്കരുതോ? അപ്പൊ വിശുദ്ധി പ്രഭാഷണ വിഷയമല്ല, അത് ആചരണമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില പാസ്റ്റർമാർ അടുത്തിരിക്കുന്നവരെ കയ്യെ പിടിച്ച് പറയാൻ പറഞ്ഞ് അടുത്തിരിക്കുന്നവർക്ക് അങ്ങനെ കലി വന്ന ആകെ ഇടിനാശവും വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യിക്കാത്തത്. വെറുതെ എന്തിനാ വെറുതെ കടിക്കുന്ന പട്ടിയുടെ വായിക്കാത്തതുകൊണ്ട് കൈയിടുന്നത്. ഹല്ലേലൂയ. വിശുദ്ധി പ്രഭാഷണമല്ല, വിശുദ്ധി വ്യക്തിപരമാണ്. തെളിവ് പറയാം. തെളിവ് പറഞ്ഞ് വേഗം മുൻപോട്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രസംഗിക്കും. ഹല്ലേലൂയ. ഈ മദ്രാസ് മെയിൽ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? മദ്രാസ് മെയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എലി വെറ്റ് കിടക്കുന്ന അതിനകത്താണ്. നമ്മൾ ആളുകൾ നടക്കുന്ന പാസേജിൽ കൂടെ എലി ഇങ്ങനെ ശാന്തമായിട്ട് നടക്കുന്ന കാണാം. സാധാരണ എലിക്കൊക്കെ ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, നമ്മളെ കാണുമ്പോൾ ഒന്ന് ഓടി മറയുവോ ഒന്ന് ഒളിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ. പക്ഷേ മദ്രാസ് മെയിലെ എലിക്ക് ഒരു പേടിയില്ല മനുഷ്യനെ. കാരണം അറിയോ, മനുഷ്യനെ കണ്ട അറപ്പ് മാറിയ എലിയാണ്. ഇങ്ങനെ നമ്മൾ നടക്കുന്ന പാസേജിൽ കൂടെ ഒക്കെ എലി ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ മുഖത്തോട് നോക്കി അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ, അതിൻ്റെ താഴെ ഇരിക്കുന്ന ചോറ് ഞാൻ തിന്നിട്ടുണ്ട് തപ്പണ്ടെന്നാ. ഈ ട്രിവാൻഡ്രത്തെ എലീനെയും കൊണ്ട് മദ്രാസിലും പോകും. പറഞ്ഞോ മദ്രാസിലെ എലിയും കൊണ്ട് ട്രിവാൻഡ്രത്തും വരും. ഈ എലിക്ക് ഭാഷയില്ലാത്തതുകൊണ്ട് ഇത് മദ്രാസിലെ എലിയാണോ തിരുവനന്തപുരത്തെ എലിയാണോ എന്ന് അറിയത്തില്ല. കേരളമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുന്നാണ് പോണത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ തോർത്ത് വയ്ക്കുക, ഈ 1000 എലിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് ഒരു എലി കയറിയാൽ എലി എന്ന് പറഞ്ഞാൽ മതി. യാത്രക്കാരെ 165 പേരെ താഴെ ഇറക്കും. പൈലറ്റുമാർ 2 പേര് താഴെ ഇറങ്ങും. ക്യാബിൻ ക്രൂ 7 പേര് താഴെ ഇറങ്ങും. എഞ്ചിനീയേഴ്സ് അകത്ത് വരും. ആ ഫ്ലൈറ്റ് ഒരു 4-5 മണിക്കൂർ അവിടെ സ്റ്റേ ആകും. അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം മുതൽ അതിൻ്റെ ലഗേജ് മുതൽ മുഴുവൻ ഇളക്കി പരിശോധിക്കും. ആ സാധനത്തെ തല്ലിക്കൊല്ലും. അത് പുറത്തിറങ്ങാതെ അങ്ങനെ 1 മണിക്കൂർ എയർപോർട്ടിൽ കിടക്കും. ഏതാണ്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ 10 രൂപ വിലയില്ലാത്ത എലി 10 ലക്ഷം രൂപയും കൊണ്ടായി പോകുന്നത്. നിങ്ങൾ ഇത് പറക്കാൻ പറ്റുന്നില്ല. അവസാനം 5 മണിക്കൂർ കൊണ്ട് ഈ ഫ്ലൈറ്റ് ക്ലീൻ ചെയ്തിട്ട് യാത്രക്കാരെ അകത്തോട്ട് കയറ്റുമ്പോൾ ഒരു വല്യമ്മ പൈലറ്റിനോട് ചോദിക്കുക, എടോ ഉണക്ക പൈലറ്റേ, 1000 എലീനെയും കൊണ്ട് ഞങ്ങൾ മദ്രാസിന് പോയവരാ, തനിക്കെന്താ ഒരെലീനെയും കൊണ്ട് പോയാൽ? പൈലറ്റ് പറഞ്ഞ മറുപടി കേൾക്കണോ? അമ്മ, നിലത്തൂടെ കിടന്ന് വലിയുന്ന വണ്ടിക്ക് എലി പ്രോബ്ലമല്ല, പറക്കുന്നവന് പ്രോബ്ലമാണ്. ഹല്ലേലൂയ. പ്ലാമൂട് ഏജി സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളവരെല്ലാം വിശുദ്ധരാകണമെന്ന് നിർബന്ധമില്ല. പറക്കാൻ ഇഷ്ടമുള്ളവര് ആ കരമൊന്ന് തട്ടി അന്യഭാഷ പറഞ്ഞ് അപ്പയുടെ അടുത്ത് പോകാൻ ഉടകഥന രഗതന ഘടക സംഭരഗതന അർദ്ധന പ്രവചന ദുരന്തല ഘടകതിയ നല്ലപോലെ ആരാധിക്കുക മക്കളെ. ആമേ, അപ്പയുടെ അടുത്ത് പോകാൻ. അപ്പയുടെ ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും എല്ലാവർക്കും ഒന്നും വിശുദ്ധരാകാൻ പറ്റുകയില്ല. ആ ഭാഗം നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? വിശുദ്ധി പാലിക്കേണ്ടത് അവനവന്റെ കടമയാണ്. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അങ്ങ് കേൾക്കുന്നുണ്ടോ എല്ലാവരും? യാതനാ സ്ഥലത്ത് ചെന്നപ്പം അവിടെ കിടന്നുകൊണ്ട് ധനവാൻ പറയുക, ലാസറിനെ ഒന്നുകൂടെ കൺവെൻഷന് വിടാവോ എന്ന് നാട്ടിലോട്ട്. ഹല്ലേലൂയ. 2-ാം ദിവസം വന്ന എൻ്റെ അവസ്ഥ ഇതാണ്. 1-ാം ദിവസം വന്ന പാസ്റ്റർ ജീവനോടുണ്ടോ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. അങ്ങ് യാതനാ സ്ഥലത്ത് എന്ന് വെച്ച് ഈ മനുഷ്യൻ പറയുക, ലാസറിന് ഒന്നുകൂടെ വിടാവോ, എൻ്റെ ബ്രദേഴ്സ് മാനസാന്തരപ്പെടും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അയാൾ പറഞ്ഞതിനകത്ത് മർമ്മം കേട്ടോണം. ജീവിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ ഒരിക്കലും ഗുണം വരാത്തതാ എൻ്റെ ചേട്ടന്മാര്. അല്ലേ എന്നെ മലയാളം? കുഴി തുരന്ന് ചെന്നാലേ അവന്മാർ വിശ്വസിക്കുള്ളൂ. അന്നേരം തമ്പുരാൻ പറഞ്ഞ്, അങ്ങനെ കുഴി തുരന്ന് ചെല്ലുന്ന പണിയില്ല. പണ്ട് ചെങ്ങന്നൂർക്കാരൻ ലാസർ മാത്യു പറയുമായിരുന്നു, ആ ലാസറിന് വരാൻ മേലാത്തോണ്ടാ ഈ ലാസർ വരുന്നെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ പ്രബുദ്ധരായ പ്ലാമൂഡ് ഏജിലെ സഭയിലെ ദൈവമക്കളോട് പറയാം. ഈ അനാവശ്യ സമയത്തുള്ള തിരിച്ചറിവുകൾ പ്രയോജനം ചെയ്യുന്നതല്ല. ഹല്ലേലൂയ. ടൈം ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഉണരുന്നത് അപകടമാണ്. നിങ്ങൾ നോക്ക്, ഒന്ന് വിശുദ്ധ ജീവിതം, കന്യക. 2 പുറപ്പാട്, എക്സഡസ്. പുറപ്പാട് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഭാഷ പറഞ്ഞേക്കാം, ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളോട് വിട പറയും. ഞാൻ ഒരു വാക്ക് പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോട്ടയം ഭാഷ പറയാം, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി വായി നോക്കി നിൽക്കാൻ കർത്തൃമേശ അനുഭവിക്കുന്ന ദൈവപൈതലിന് അനുവാദമില്ല. ഞാൻ അത്രയും പറഞ്ഞങ്ങ് വിട്ടേക്കട്ടെ. ഹല്ലേലൂയ. അപ്പുറത്തെ വീട്ടുകാരെ നേടാൻ വേണ്ടി അവിടെ പോയി കിടന്ന് കുടിയനെ നേടാൻ കുടിക്കേണ്ടി വരുമോ? ഇല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആ ഭാഗം വിട്ടേക്കട്ടെ. അടുത്ത ഭാഗം നിങ്ങളുടെ മനസ്സിനകത്തോട്ട് കയറട്ടെ. വളരെ വളരെ കാലികമായിട്ടാണ് ഞാൻ ഈ ഭാഗം വ്യാഖ്യാനിക്കുക. അടുത്തത് 10 പേരുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട്, വിളക്കിലും പാത്രത്തിലും എണ്ണ. ഒന്ന് പറഞ്ഞ് എല്ലായിടത്തും ചേർന്ന് പറഞ്ഞ് ഒച്ചത്തിൽ പറ മക്കളെ. വിളക്കിലും പാത്രത്തിലും. മോനെ ഒരു 5 പ്രാവശ്യം ഒച്ചത്തിൽ പറയുമ്പോൾ നാണങ്ങ് മാറുവടാ. ഹല്ലേലൂയ. നിനക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എൻ്റെ മോക്ക് 20 കഴിഞ്ഞു. അപ്പം എൻ്റെ മോളെക്കാളും ഇളയതാ. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞ്, വിളക്കിലും പാത്രത്തിലും എണ്ണ. വിളക്കിലും പാത്രത്തില്. ജയരാജൊക്കെ ഞാൻ ചെറുതാന്ന് ഓർത്തിരിക്കുവാണോ? അതിനേക്കാളൊക്കെ പ്രായമുണ്ട് എനിക്ക്. അതിൻ്റെ അഹങ്കാരം ഒന്നും എടുക്കരുത്. വിളക്കിലും പാത്രത്തിലും എണ്ണ. ഒരു ആമയും പറഞ്ഞാട്ടെ ദൈവമക്കൾ. ഈ എൻ്റെ പിതാക്കന്മാരെല്ലാവരും, എൻ്റെ അമ്മമാരെല്ലാവരും എന്നത് ശരിക്കും കേൾക്കണേ. ഇത് കേട്ടിട്ട് എൻ്റെ വണ്ടി തല്ലി പൊളിക്കാവൂ, അതിന് മുമ്പ് പൊളിക്കരുതേ. അത് ലോൺ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇവർ 10 പേരുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഈ പ്ലാമൂഡ് ഏജിയുടെ സെമിത്തേരി വരെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണ്ട. സെമിത്തേരിക്കകത്തോട് വെച്ച് അടച്ച് കഴിയുമ്പോൾ ഒരു റോബസ്റ്റാപ്പഴം, ഒരു വടയും ഒരു ബിസ്ക്കറ്റുമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങളിത് കേൾക്കണ്ട. കഴിഞ്ഞിടയ്ക്ക് ഇവിടുത്തെ ശവടക്കാൻ പോയപ്പോൾ ഒരു ആൻറ്റി 4 പൊതി എടുത്തോണ്ട് പോകണം. അന്നേരം എൻ്റെ അടുത്ത് നിന്ന് വാസു ചോദിച്ചു, അതെന്നാ 4 പൊതിയും കൊണ്ട് പോണത്? അന്നേരം വേറൊരാൾ പറഞ്ഞു, ഭയങ്കര സങ്കടം, അതുകൊണ്ടാണ്. ആ മരണം താങ്ങാൻ മേല. അതുകൊണ്ട് 3 പിള്ളേർ സ്കൂളിൽ നിന്നും വരാനുണ്ട്, ഒരെണ്ണം ഇവർക്കും. അങ്ങനെ 4 പൊതിയും കൊണ്ട് സെമിത്തേരി ചെന്നാലും വിടുകയില്ലാത്ത മനുഷ്യരുണ്ട്. പ്ലാമൂഡ് ചർച്ചിന്റെ ചിരിച്ചാലൊന്നും പരിശുദ്ധാത്മാവ് ഉഗാണ്ടയ്ക്ക് പോകുകയല്ല, നിങ്ങൾ പേടിക്കണ്ട. പ്ലാമൂഡ് ചർച്ചിന്റെ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചെന്നുള്ള ആ വാക്യമുള്ളിടം വരെയാണോ പോക്കെ? എന്നാൽ എന്നെ വെറുതെ വിട്ടേരെ. അതിൻ്റെ അപ്പുറത്തോട്ടൊരു കളമുണ്ട്. കളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കണം. ഹല്ലേലൂയ. 10 പേരും കൂടെ ഒരുമിച്ച് പോകും. നമ്മുടെ ഭാഷ പറയാം, നാട് വിട്ട്, വീട് വിട്ട്, നാമതേ കൂട്ടം വിട്ട്, കൂട്ടരെ വിട്ട്, കൂട്ടുകാരെ വിട്ട്, കുടുംബയോഗം വിട്ട്, അത് വിട്ട്, ഇത് വിട്ട്. എൻ്റെ അപ്പനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന 8 കല്യാണങ്ങൾ. പക്ഷേ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളുടെ ഉൾപ്പെടെ 8 കല്യാണങ്ങൾ ഞങ്ങളെ കൂട്ടിയിട്ടില്ല. എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തിയുടെ കല്യാണത്തിന് എൻ്റെ അമ്മയ്ക്ക് ആഭരണം ഇല്ലെന്ന് പറഞ്ഞ് 10,000 പേര് നിൽക്കുന്നിടത്തുനിന്ന് ആട്ടിയിറക്കി വിട്ട് എൻ്റെ അമ്മേനെ. അന്ന് രാത്രി ഞങ്ങൾ പാട്ടുപാടി ആരാധിച്ചത്, പ്രേമ പരിമള കുന്നിലെ എൻ്റെ പ്രിയനുമായിട്ടുള്ള വാസമേ, ഓർത്തിടും തോറും എൻ മാനസം തുള്ളിയിടുന്നേ അതിമോദമായി. അവരിറക്കി വിട്ടത് സങ്കടപ്പെടാത്തതിന്റെ കാരണം വാതിൽ തുറന്ന് കേറ്റാൻ ഒരാൾ ഉള്ളത് കൊണ്ടാ. നിങ്ങൾ നോക്ക്, ഇത്ര അപമാന രാഗങ്ങളിലൂടെ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഓക്കെ. അപ്പൊ ഈ 10 പേരുടെ മനസ്സിൽ ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ, മണിയറ. ഒച്ചത്തിൽ പറ പ്ലീസ്, പ്ലീസ്.
പ്ലീസ് ഹല്ലേലൂയ. മണിയറ മണവാളിൻ്റെ അടുത്ത് ചെല്ലണം. 10 പേരും കൂടെ പോയി. മാത്യു പാസ്റ്ററെ, ഞാൻ വളരെ ഓപ്പണായിട്ട് വളരെ സ്വാതന്ത്ര്യത്തോടെ ഞാൻ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദന എടുക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലല്ലോ. ഈ പോകുന്ന വഴിക്ക് ഈ 5 പേര് എന്ന് വെച്ച് മറ്റേ അവിടെ അനങ്ങായിരുന്നു. 5 പേരുടെ കയ്യെ പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, ബ്രദറെ, ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അങ്ങ് ചെല്ലുകയില്ല. നിങ്ങൾ കേട്ടില്ല? ഞാൻ പറഞ്ഞ പച്ച പുസ്തകമാണ്, പച്ച പുസ്തകം. വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മളങ്ങ് ചെല്ലുകയില്ല. അതുകൊണ്ട് നമുക്ക് പാത്രത്തിലും കൂടെ മക്കളെ പറ, വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മളവിടെ ചെല്ലുകയില്ല, നമുക്ക് പാത്രത്തിലും കൂടെ എണ്ണ എടുക്കണം. അന്നേരം ഈ 5 പേരും മറ്റേ 5 പേരോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ 73 തൊട്ട് ആരാധിക്കുന്നവരാ. വിളക്കിലെ എണ്ണ കൊണ്ട് പോകുന്നിടം വരെ പോകുന്നുള്ളൂ, ഇയാളങ്ങ് എടുത്താട്ടെ. നിങ്ങൾ കേട്ടില്ലല്ലേ? നമ്മുടെ ശൈലിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞങ്ങൾ ഇതൊക്കെ കുറെ നാളായപ്പ കാണാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വഴക്ക് കൂടുവോ? ഇല്ലായിരിക്കും അല്ലേ? ഈ വിളക്കിലെ എണ്ണ കൊണ്ട് പോകുന്നിടം വരെ ഞങ്ങൾ അങ്ങനെയല്ല ചാ, ഇങ്ങോട്ട് നോക്കി, പോകത്തുള്ളൂന്നല്ല, അവിടം വരെ ഞങ്ങൾ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വിളക്കിലെ എണ്ണ കൊണ്ട് എവിടം വരെ ചെല്ലാവോ അവിടം വരെ ഞങ്ങൾ വരുന്നുള്ളൂ, നിങ്ങൾ അങ്ങ് പാത്രത്തിൽ എണ്ണ എടുത്താട്ടെ. ഹല്ലേലൂയ. ഈ 5 പേർക്ക് മനസ്സിലായി, ഈ 5 പേരെ തിരുത്താൻ പാടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ തിരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ? ചില ആളുകളെ എന്നാ ചെയ്താലും തിരുത്താൻ പാട്ടൊരു പാസ് പറഞ്ഞു, നമ്മൾ ദൈവമക്കളാണ്, പാലിനകത്ത് വെള്ളം ഒഴിക്കരുത്, തെറ്റാന്ന് പറഞ്ഞു. എന്നാൽ ആ പുള്ളി പാത്രത്തിനകത്ത് വെള്ളമായിട്ട് പോയിരുന്നു പാല് കറന്നു. പാലിലോട്ട് വെള്ളം ഒഴിക്കരുത്, വെള്ളത്തിലോട്ട് പാൽ ഒഴിക്കാമല്ലോ. കണ്ടോ? ചില ആളുകളെ തിരുത്താൻ പാടാണ്. നിങ്ങളിത് കേക്ക് ആരാണ്ട് മനസ്സിൽ പറഞ്ഞു, ഇന്നലത്തെ പുള്ളി തന്നെ ഇന്നും മതിയായിരുന്നെന്ന്. ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നല്ല. ഞാൻ പുസ്തകത്തിൽ നിന്ന് മാറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ പിടിക്കണം. പുസ്തകം പറയുവാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ആരാണല്ലോ അത് അംഗീകരിക്കണം. ഹല്ലേലൂയ. ചില തിരുത്താൻ പാടാ. ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിൽ ചെന്ന് 2 മണിക്കൂർ യേശുവിന്റെ വരവ് പ്രസംഗിച്ചിട്ട് ഒരു ആമയും പറയാത്തൊരു മനുഷ്യൻ ആ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ആളുകൾക്ക് ഇനി പരിശുദ്ധാത്മാവില്ലേലും എന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ മുടിഞ്ഞു പോട്ടെന്ന് പറഞ്ഞു ഒരെണ്ണം അതുപോലും. അപ്പൊ ഞാൻ തിരിഞ്ഞു അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നെ സാധനമാണ്. അന്നേരം പാസ്റ്ററിനോട് ചോദിക്കുക, നിങ്ങൾ വന്നിട്ട് 2 മണിക്കൂറിലേ ആയുള്ളൂ, ഞാനിവിടെ വന്നിട്ട് 3 വർഷമായെന്ന് പറഞ്ഞു. എന്നാ അതിന്റെ അർത്ഥം? 3 വർഷത്തിനിടയ്ക്ക് ഈ പുള്ളി അല്ലേലും പറഞ്ഞ പാസ്റ്റർ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ 3 മണിക്കൂർ മുമ്പ് വരുന്നത് ഞാൻ കാണുന്നത്? അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത കേസാ. ഞാൻ വീട്ടിൽ പോയി 1.5 മാസം കഴിഞ്ഞ് ആ ചർച്ചക്കാരനെ വേറൊരു യോഗത്തിന് വിളിച്ചു. ഞാൻ അന്ന് യോഗത്തിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ ഞാൻ മനസ്സിലുണ്ട്, ഞാൻ ചർച്ച വന്ന് പാസ് പുൾപ്പിറ്റിലുണ്ടോ നോക്കുന്നതിന് മുമ്പ് ഈ അച്ഛനുണ്ടോന്നാ നോക്കിയത്. കണ്ട കാഴ്ച കസേരയായിട്ട് കിടന്ന് ചാടുന്നത്, ഇങ്ങനെ ചേറുമായിട്ട് ചാടുന്നത്. എൻ്റെ കണ്ണ് തെള്ളിപ്പോയി. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്നെ പാസ്റ്റർ ഇങ്ങനെ? ഇത് സിയോൻ പർവ്വതം പോലെ ഇരുന്ന മനുഷ്യനല്ലേ, ഇതെന്നെ ഇങ്ങനെ? അന്നേരം പാസ്റ്ററിന്റെ ചെവി പറഞ്ഞു, 28-ാം തീയതി വരെ ഇങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ 28 എന്നാന്ന് അറിയണമെന്ന് ആഗ്രഹം. ചോദിച്ചു പറഞ്ഞ അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വരുന്നത്. എനിക്ക് അന്നാ മനസ്സിലായത്. ചിരിച്ചോ? പക്ഷെ ചിന്തിക്കണം. ഒരു ഇമ്മണി ചെത്തി ബയോപ്സിക്ക് വിട്ടാൽ ഏത് പൊന്നുമോനും കയ്യാനങ്ങും. എടമനമേ, ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിലകപ്പെട്ട വരികയല്ലേ വരെ, ഹല്ലേലൂയ. ആമേ, ഒരു വെപ്രാളത്തിലകപ്പെട്ട ആരാധന തന്നെ വരുമെന്നേ. ഞാൻ എന്റെ ദൈവമക്കളുടെ കാല് പിടിച്ച് എന്നെങ്കിലും വന്നിട്ട് ചാടാനിരിക്കാതെ അവന്റെ മഹത്വം അറിഞ്ഞാരാധിക്കാൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ ആ ഭാഗം പെട്ടെന്നൊന്ന് പറഞ്ഞു മുൻപോട്ട്. നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുക കർത്താവിൽ. ഈ 5 പേര് എന്ന് മറ്റേ 5 പേരോട് പറഞ്ഞു, നമുക്ക് പാത്രത്തിൽ. അവർ പറഞ്ഞു, ഇല്ല ബ്രദറെ, നിങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളായിക്കോട്ടെ. അപ്പൊ ഈ ഓടിച്ചെന്ന് ഈ വിളക്കുള്ളവര്, നിങ്ങൾ കേട്ടില്ല, വിളക്കുള്ളവര് പാത്രത്തിൽ കൈക്കകത്ത് എണ്ണ എടുത്തു.
ഇനി പറ, ഒരു കയ്യിലോ പാത്രത്തിൽ എണ്ണ. ആൾ എൻഗേജ്ഡ് ആയോ? പറ. ആരോട് ബന്ധപ്പെട്ട്? എണ്ണയോട്. ഒന്നുകൂടെ പറയട്ടെ, ഹോളി സ്പിരിറ്റുമായിട്ട് ഇയാളങ്ങ് ലോക്കായി. കാര്യം ഇയാളുടെ രണ്ട് കൈ എൻഗേജായി. ഇനി എണ്ണ അറിയാതെ ഈ പുള്ളിക്ക് കൈ അനക്കാൻ പറ്റുകയില്ല. ഇനി ശ്രദ്ധിച്ചോണേ, ഈ 10 പേര് ഒരു ചർച്ചിലാണ് കൂടുന്നത്. കാര്യം എണ്ണയുടെ വിഷയം പറഞ്ഞ് 2 പേര് തമ്മിൽ പിരിഞ്ഞോ? നിങ്ങൾ 5 പേര് അവിടെ തുടങ്ങിക്കോ, ഞങ്ങൾ 5 പേര് ഇവിടെ തുടങ്ങിക്കോളാന്ന് പറഞ്ഞ് സഭ പിരിഞ്ഞില്ല. 10 പേരും അപ്പോഴും ഒരു കൂട്ടായ്മയില്ല. ഞായറാഴ്ച വന്നിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് കർത്തമേശ എടുക്കും, പക്ഷെ മൈൻഡ് രണ്ടാ. എന്തിനോട് ബന്ധപ്പെട്ട്? നിങ്ങൾ കേക്ക്, പുസ്തകം കേക്ക്. എന്തിനോട് ബന്ധപ്പെട്ട്? അഭിഷേകത്തോട്. മൈൻഡ് രണ്ടാ. എത്ര കുടുംബമുണ്ട് സഭ? 162 കുടുംബം. മൈൻഡ് രണ്ടാണ്. കർത്താവിന് 2 ശരീരം ഇല്ലല്ലോ. ബൈബിൾ എന്താ പറയാ? അപ്പം അപ്പം ഒന്നാകെ കൊണ്ട് മൈൻഡ് രണ്ടാണ്. എന്തിന്റെ കാര്യത്തിൽ? എണ്ണയുടെ കാര്യത്തിൽ. ഞാൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയൊരു കാര്യം പറയാം. അത് നിങ്ങൾ എന്നോട് വഴക്ക് തല്ലരുത്. ഈ ആരാധന ഇഷ്ടമല്ല അല്ലാത്തവർക്ക് ആരാധിക്കുന്നവരെ ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് ഒരാള് ഭയങ്കരമായിട്ട് ആരാധന ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആള് നിർത്തടി നിന്റെ ആരാധന എന്ന് പറയാൻ പറ്റുകയില്ല. കാര്യം അന്നേരം പിന്നെ പറയുന്ന ആള് ജഡീകയാളാന്ന് മറ്റുള്ളവർ എന്ത് ചെയ്യും? വിചാരിക്കും. അതിന് വെക്കുന്നൊരു പണി എന്നാണെന്നറിയോ? എൻ്റെ ദൈവമേ, സുഭാഷ് കുമരത്തിൻ്റെ ദൂത് എന്നാ നല്ല ദൂതായിരുന്നു, ഏലിയാമ്മയുടെ അലപ്പ് കാരണം ഒന്നും കേൾക്കാൻ പറ്റിയില്ലെന്ന് പറയും. കണ്ടോ കൊണ്ടുവച്ച വെയ് കണ്ടോ? എന്നാ ദൂതായിരുന്നു. ആരുടെ? മുത്തുപോലത്തെ ദൂതായിരുന്നു. പെറുക്കാൻ ഞാൻ നടന്നിട്ട് ഒന്നും പെറുക്കാൻ പറ്റിയില്ല. എന്നാ പെറുക്കാൻ പറ്റാഞ്ഞേ? പറഞ്ഞു, ഏലിയാമ്മയുടെ അലപ്പ് കാരണം എനിക്കൊന്നും പറ്റിയില്ല. റൈറ്റ്, ഏലിയാമ്മയുടെ അലപ്പ് കാരണം മുത്തു പെറുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഏലിയാമ്മയ്ക്ക് പനിയായിരുന്നു. ഹലോ, ഏലിയാമ്മ യോഗത്തിന് വന്നില്ല. അന്നേരം ഈ മുത്തു പെറുക്കുന്ന അമ്മ വായും തുറന്നിരുന്ന് ഉറങ്ങുമായിരുന്നു. ഇനി നിങ്ങൾ പറ, മുത്തു സത്യം. ഞാൻ നിങ്ങളുടെ മകന്റെ ഒക്കെ പ്രായമല്ലേ ഉള്ളൂ. തെറ്റാണെങ്കിൽ എന്നോട് പറയടാ, തെറ്റാടാന്ന് പറ, ഞാൻ നിർത്താം. മുത്തു പെറുക്കാനാണ് പിറ്റേ ദിവസം പെറുക്കണ്ടേ? അപ്പൊ ഉദ്ദേശം മുത്തു പെറുക്കലല്ല, കൈയടിക്കുന്നവരുടെ കൈവെട്ടലാണ്. ആരാധിക്കുന്നവരുടെ ആരാധന നിർത്തലാണ്. ഞാൻ ദൈവത്തോട് പറയുന്നു, നമ്മുടെ പിതാക്കന്മാരൊക്കെ പാരമ്പര്യത്തിന്റെ കെട്ടിടങ്ങൾ വിട്ടിറങ്ങിയത് ആരാധിക്കാൻ വേണ്ടിയിട്ടാ. കുശുമ്പ് കുത്താനും കുന്നായ്മ പറയാനും തല്ലെടുക്കാനുമല്ല, നമ്മൾ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിയവരാ. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചത് എനിക്കറിയില്ല എന്താ പറയണമെന്ന്. പ്ലാമൂട് സഭയെ എനിക്കറിയില്ല, ഒരു അഭിഷേകത്തിന്റെ മേഘം ഈ ചർച്ചിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാം. ഈ സഭയുടെ ക്ലൈമറ്റ് തയ്യോ മാറ്റാൻ പോകുകയാ. ഒത്തിരി പേര് തോറ്റെടുത്ത്, ഒത്തിരി പേര് ഒന്ന് കൈയടിച്ച് ആരാധിച്ച്, കൈയടിച്ച് ഒരു ഭയങ്കര ആത്മപകർച്ച, ഒരു ഭയങ്കര ആത്മവ്യാപാരം സഭയുടെ മേൽ. ദൈവമക്കളും ആത്മാവിലും അന്യഭാഷ പറഞ്ഞു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എന്നോട് ദൈവം പറയുന്നു, ഒരു വലിയ ആത്മപകർച്ച. Yabara yabara haptala arbala regatana regatana artana prabandala regaturi artana praushas mana dhuliri biyamde. Hallelujah, hallelujah. സഹോദരി,
നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ യേശു ഒരു വചനം എന്നെ എഴുതി കാണിക്കുന്നു. ഇസഹാക്ക് ക്ഷാമമുള്ളിടത്ത് 100 മേനി കൊയ്തു എന്നൊരു വാക്ക് കർത്താവിന്റെ ആത്മാവ് വളരെ ആഴമായിട്ട് എന്നോട് പറയുകയാ. ആമേ, വെടിച്ചു കീറിയ മണ്ണിൽ 100 മേനി കൊയ്യുന്നത് പോലെ ആമേ, നിങ്ങളൊരു കൊയ്ത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നൊരു ദൂത് ഹോളി സ്പിരിറ്റ് പറയുകയാ. ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്ലാമൂട് സഭ ആമേ അഭിഷേകത്തിന്റെ കീഴിൽ ശ്രദ്ധിച്ചേ. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു മുമ്പോട്ട് വിടാൻ സമയം പോകുന്നുണ്ട്. 5 പേരെ തിരുത്താൻ പറ്റുമോ? ഒച്ചത്തിൽ പറ പ്രിയരെ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മുടെ ആത്മീക ഗോളത്തെ എന്തോരം തിരുത്തിയവരല്ലേ, അല്ലേ? അവരുടെ സംബോധന തന്നെ കാർക്കശ്യമുള്ളതായിരുന്നു. സംബോധന തന്നെ കാർക്കശ്യം. ഇപ്പം അങ്ങനെ എങ്ങാനൊക്കെ പറഞ്ഞ മാനന്തവാടിക്ക് സ്ഥലം മാറ്റുക, മിണ്ടിപ്പോൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഒന്നും പറയാൻ പറ്റുകയില്ല. കാര്യം കാലഘട്ടം മുൻപോട്ട് പോകുന്തോറും നമ്മൾ ഉഗ്രന്മാരായി മാറിക്കൊണ്ടിരിക്കുക. ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. കാര്യം ഞാൻ കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം ചിന്തിക്കുന്നവരാ നമ്മൾ പൊതുവെ. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ കഴിഞ്ഞാൽ ഇല്ലേ തിരുവനന്തപുരം പിന്നെ? അമ്മാമ്മ പോലും ഒരു 5 ആഴ്ച കൂടുതലൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. അമ്മാമ്മയ്ക്ക് ജീവിക്കണ്ടേ? നമ്മുടെ റാന്നിയിലെ പ്രിൻസിപ്പാസ് ഒരു ദിവസം പ്രസംഗിച്ചാൽ പറഞ്ഞു, ഭർത്താക്കന്മാരുടെ ചിന്ത ഞാൻ മരിച്ചാൽ പിന്നെ ഭാര്യ ആ തലയ്ക്ക് കരഞ്ഞുകൊണ്ട് അവൾ പിറ്റേ ദിവസം ഒരു ആക്റ്റീവ് മേടിക്കും, ഒരു ജീൻസും മേടിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ തകർക്കും. പിറ്റേ ദിവസം നമ്മൾ കഴിഞ്ഞ ഒന്നുമില്ല. ഈ നാടിളക്കി എത്ര പേര് തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലേ? എന്തി അസ്ഥിയില്ല, ഓർമ്മയില്ല, അവരെ തിന്ന പുഴു പോലും ചത്തുപോയി. അവരില്ലാത്ത തിരുവനന്തപുരം ഈസി ആയിട്ട് മുൻപോട്ട് പോവുകയല്ലേ? നിങ്ങളില്ലാത്ത ഈ ലോകം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക്. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം ഇങ്ങനെ പോകുന്നൊന്നുമല്ല. ഞാൻ ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ ചെന്നേച്ച് വേറൊരാളോട് ചോദിക്കുക, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പള്ളി ചെല്ലുമെന്ന്. അന്നേരം പുള്ളി പറഞ്ഞു, കൈ താത്തിട്ടുകൊണ്ട് പോയാലും പള്ളി ചെല്ലുമെന്ന് പറഞ്ഞു. ഒരു തമാശയാണ്, പക്ഷെ ഒരു കാര്യമാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണോ അങ്ങോട്ട് പോകാൻ? വേണ്ട, താത്തിട്ടാലും എന്ത് ചെയ്യാം? നമ്മൾ ചുമ്മാ ഇരുന്നാൽ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് നടക്കും. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുവാണ്. ഞാൻ ഗൗരവമുള്ളൊരു ആശയത്തോട് കയറുമ്പോൾ സമയം എന്നെ വെപ്രാളം പിടിപ്പിക്കുന്നു. ഈ 10 പേര് ഒരുമിച്ച് പോവുക, യാത്രയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം ഈ 5 പേരെ പുറത്താക്കാനുള്ളൊരു ഉപദേശം ബൈബിളിനകത്തില്ല. സഭയിൽ നിന്ന് ഒരു ചർച്ച വന്ന ഒരാൾ ആരാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് കർത്തൃമേശ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ. ഇല്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. കർത്തൃമേശ എടുക്കും, നല്ല സുന്ദരമായിട്ട് എടുക്കും. പക്ഷേ ഇവിടെ തിന്നുന്ന കർത്തൃമേശയുടെ തൂക്കത്തിലല്ല അവിടെ ഡോറ് തുറക്കുന്നത്. ഇവിടെ ഇത് നുറുക്കുന്നത് പാസ്റ്ററാ, അവിടെ ഡോർ തുറക്കുന്നത് എന്റെ കർത്താപ്പയാ. അത് കളി വേറെയാ. ഇവിടെ തിന്ന ബ്രെഡിന്റെ കണക്ക് പറഞ്ഞു അവിടെ ചെന്നാണല്ലോ ഒന്നും നടക്കുകയില്ല. അവിടെ ചെന്നു മണവാളം വന്നപ്പോൾ 5 പേരുടെ വിളക്കിൽ എണ്ണ, എനിക്കത് വിശദീകരിക്കാനുണ്ട്, അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ടാണ്. 5 പേരുടെ വിളക്കിനകത്ത് എണ്ണയില്ല, കേടാൻ തുടങ്ങി. അന്നേരം ഇവർ മറ്റേ 5 പേരോട് പറയാ, എണ്ണ തരാവോ? എടോ, ഇതല്ലേ നേരത്തെ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായില്ല? എനിക്ക് തുള്ളണം തോന്നുന്നു. ഇതല്ലേ മലയാളത്തിൽ പറഞ്ഞോണ്ടിരുന്നത്? ഇതല്ല ഈ ആരാധിക്കണമെന്നല്ല ഈ പറഞ്ഞത്, എണ്ണ വേണമെന്നല്ല ഈ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ ചെല്ലിയാലെന്നല്ല ഈ 5 പേര് പറഞ്ഞത്. എന്താ മൈൻഡ് ചെയ്യാഞ്ഞേ? ഇപ്പോഴാണ് ഓർത്തത്. എന്നാലും മറ്റേ 5 പേര് പറഞ്ഞത്, ബ്രദറെ നിങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മണിക്കൂറുകൾ വരും. ഇനി 2 കാര്യം എൻ്റെ വൈകാരികമാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്നായി പ്രസംഗിക്കുന്നത്, വൈകാരികമാണ്. ഇത്രയും വർഷമായിട്ട് എൻ്റെ അങ്കിളെ ഈ അപമാനിക്കപ്പെട്ട് ഈ 5 പേര് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതല്ലേ?
ഈ എണ്ണയുടെ കാര്യത്തിൽ ഒരു ശകലം പ്രശ്നമുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും നല്ല പെന്തിക്കോസല്ലേ. പ്രസംഗിക്കുന്ന ഉപദേശി ഒരക്ഷരം വിട്ടുപോയാൽ അതിനെ കെട്ടിത്തൂക്കുന്ന വാർത്തകളായത്. ഈ എണ്ണയുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രോബ്ലമേ ഉള്ളൂ. എന്ന് എൻ്റെ ചോദ്യം മണവാളനോടാ, ഈ ഡോറ് പെട്ടെന്ന് വലിച്ചടച്ച എവിടെ പോകാനാ? അതുങ്ങൾ ഇച്ചിരി എണ്ണയും മേടിച്ചുകൊണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തോ? ഒന്നും വേണ്ടത്. ഹലോ, രണ്ടാമത്തെ കാര്യം, ഇതുങ്ങൾ ഇത്രയും നാൾ നടന്നു വന്നതല്ലേ, എന്നാ കാണാതെ വരുമ്പോൾ ആ ഡോറ് തുറന്ന് ആ പട്ടൻ ജംഗ്ഷൻ വരെ പോയി വരുന്നുണ്ടോന്നൊന്ന് നോക്കാൻ മേലെ മണവാളന്. ഞാൻ ചോദിച്ചപ്പോൾ മണവാളനോട് പറഞ്ഞ മറുപടി കേൾക്കണം. ഞാൻ ഒരിക്കൽ ജഡമെടുത്ത് പോയതാ എല്ലാത്തിനെയും നോക്കാൻ. ഇനി അന്വേഷിക്കാൻ അങ്ങോട്ട് പോക്കില്ല, ഇനി ഇങ്ങോട്ട് വരവേ ഉള്ളൂ. ഇനി കർത്താവിൻ്റെ ഒരു എക്സ്ക്യൂസ് ഒരാളും പ്രതീക്ഷിക്കണ്ട. ഞാനൊരു വാക്ക് കേട്ടി പറയാം, കൊള്ളുകലത്തെ വാക്കാന്ന് എനിക്കറിയാം. ഇനി ഒരവനെയും തിരക്കി കർത്താവ് വരികയില്ല. ഇനി അകത്തിരിക്കത്തേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി പിടിച്ച് കർത്താവ് ഒരുത്തന്നെ കൈയടിപ്പിക്കുകയില്ല. ഇനി ആരുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി ഒരുത്തനെയും കർത്താവ് അന്യഭാഷ പറയിപ്പിക്കുകയില്ല. അകത്ത് കയറണോ? നല്ലപോലെ കൈയൊന്നു നല്ലപോലെ ഒന്ന് ആരാധിച്ച സഭ. ശക്തിയോടെ ശക്തിയോടെ ഹല്ലേലൂയ. പോട്ടെ, ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. പൗലൂസ് ഒരു തലമുറയോട് ഫീഡ്ബാക്ക് ഇച്ചൂടെ തരാം മക്കളെ, ആരുടെ ഇരിക്കുന്നത്. പൗലൂസ് ഒരു തലമുറയോട് പറയാൻ ആഗ്രഹിച്ച 4 ദൂതുകളാണ്. വിശദീകരിക്കത്തില്ല. വൈകിട്ടത്തെ യോഗത്തിന് നിയോഗം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലൂസ് പറയാൻ ആഗ്രഹിച്ച 4 കൂട്ടം കാര്യം. 1, യേശുവിന്റെ മടങ്ങി വരവാൻ. ഒരാമയും പറഞ്ഞ്. 1, യേശുവിന്റെ മടങ്ങി വരവ്. 2, യേശുവിന്റെ ക്രൂശ്. 3, യേശുവാര്. 4, എന്താണ് സഭ. പൗലൂസ് 14 ലേഖനങ്ങളിൽ പറഞ്ഞ 4 കൂട്ടം കാര്യമുള്ളൂ. 1, യേശുവിന്റെ മടങ്ങി വരവ്. നിങ്ങൾ എന്നോട് സഹകരിച്ചേ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാലത്തോടെ സ്വർഗ്ഗത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ. 2, യേശുവിന്റെ ക്രൂശ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ. 3, യേശുവാര്. മറിയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗുത്തായിൽ അവസാനിച്ച മാംസകഷ്ണമല്ല നമ്മുടെ കർത്താവ്. അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. 4, ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഈ 4 കൂട്ടം കാര്യമാണ് പൗലൂസ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ അത് ശരിക്കുള്ള സ്റ്റഡിയാണ്. 1, യേശു മടങ്ങി വരും. ഒരാമയും പറഞ്ഞില്ല. 2, യേശുവിന്റെ ക്രൂശ്. എന്നെ പുത്രനാക്കിയത് അവന്റെ ക്രൂശാണ്. ആമേ. ക്രൂശെന്ന് ഞാൻ പറയുന്നത്, ക്രൂശിന് മഹത്വം തടിക്കുരിശിനല്ല മഹത്വം, യേശു കേറിയതിനാണ് മഹത്വം. 3 കാര്യം യേശു ആര്. 4, എന്താണ് സഭ. ഓക്കെ, അങ്ങനെ വരുന്ന പൗലൂസ് തിമോത്തിയോസിനെ പിടിക്കുക. ഇനി നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്ന് എന്നോട് കൂടെ ഒന്ന് ആർത്തിയോടൊന്ന് നിന്നാട്ടെ. തെസ്സലോനിക്കർ 2 പുസ്തകം എടുത്ത് 4 അധ്യായം എടുത്ത് ഞാൻ 1-2 പേരുടെ പേര് ചുമ്മാ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. എല്ലാവരും എന്നെ കളിപ്പിക്കാൻ വേണ്ടി യെശയ്യാ പ്രവചനം എടുത്ത് നോക്കരുത്. ഞാൻ തിമോത്തിയോസാ പറഞ്ഞത്. 2, 4 എല്ലാവരും പറ്റുമെങ്കിൽ എടുക്കുക. കണ്ണ് കാണുന്ന ഒരു ആരോഗ്യമുള്ളവർ എടുത്താൽ മതി. 4 അധ്യായത്തിന്റെ 10 വാക്യം. പൗലൂസ് 17 പേരുടെ പേര് മൊത്തത്തിൽ പറയുന്നുണ്ട്. 1-2 ഞാൻ ചുമ്മാ പറയാം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. പൗലൂസിന്റെ ഒരു നെഞ്ചുവേദനയാ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച്. അപ്പൊ മാത്യു പാസ്റ്റർ, പൗലൂസ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ കിരീട താഴെ നിന്നിട്ടും ഈ ദൂതൊന്നും ദേമാസിന്റെ അകത്ത് കയറില്ല. പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന തെസ്സലോനിക്കയിലെ ചെമ്പ് കൃഷിയാ. പൗലൂസ് സങ്കടത്തോടെ, ഞാൻ ഇത്രയെല്ലാം നെഞ്ചു പൊട്ടിക്കിടന്ന് അലച്ചിട്ടും ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അടുത്തത് 11 വാക്യം. മറ്റേ പേരൊക്കെ വായിക്കാത്ത കൊള്ളുകയില്ലാത്ത, അതാണ് ഞാൻ വിട്ടത്. അല്ല, ഞാൻ കഷ്ടപ്പെട്ട ഞാനും വായിക്കും, പക്ഷെ എന്തിനാന്ന് ഓർത്തിട്ടാ. 11 വാക്യം. ലൂക്കോസ് മാത്രമേ, ഇവിടെ ഉണ്ടല്ലോ, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടി. ആ വാക്കൊന്ന് എൻ്റെ അങ്കിളുമാരൊന്ന് ആ വാക്യത്തിന്റെ എസൻസ് ഒന്ന് എടുത്തേ. ലൂക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതല്ലേ, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ള. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേര് മാറി. ഇപ്പൊ ആരേ ഉള്ളൂ?
അപ്പൊ ഈ ഒറ്റപ്പെടല് പൗലോസ് നല്ലതായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ സഭയിലെ പാസ്റ്റർമാർ, നിങ്ങളുടെ ഒന്നും സഭകൾക്ക് കുഴപ്പമില്ല, സഭയിലെ പാസ്റ്റർമാർ, ഞാനൊക്കെ ഇരിക്കുന്ന സഭയിൽ നമ്മൾ ചില കുടുംബങ്ങളെയൊക്കെ വല്ലാതെ അങ്ങ് കെയർ ചെയ്യും. ചില കുടുംബങ്ങളെ അവരുടെ കഷ്ടപ്പാട് കൊണ്ടാകാം, അവരുടെ സാഹചര്യം കൊണ്ടാകാം, ദൈവമേ ഇവർ പോകരുത്, ഇവരെന്നും സഭയിൽ ഈ ആദ്യം നമ്മുടെ തലക്കടി ഒട്ടിച്ച് പോകുന്നത് അവരായിരിക്കും. മാധ്യപാസ്റ്റർ മനഃപൂർവ്വം ജനിക്കാതിരിക്കാൻ ഈ നമ്മൾ ഇവർ നിൽക്കണം, ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ഉച്ചയ്ക്ക് ആനന്ദ നൃത്തം ചവിട്ടിച്ച് പോകുന്നത് അവരായിരിക്കും. ഇനി നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യാത്ത ചില ആളുകൾ സഭയെ കാണും, അതുങ്ങൾ അങ്ങ് ചത്ത് കിടക്കും സഭയ്ക്ക് വേണ്ടി. പൗലോസ് പറഞ്ഞ വാക്കുകളാ. ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ എല്ലാം 17 പേരുടെ പേരാ എൻ്റെ ലിസ്റ്റിൽ കിടക്കുന്നത്. 50 പുള്ളികൾ ഈ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ പൗലോസിന്റെ മരണകാലത്തല്ല ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നു. ഈ ലൂക്കോസിന് പേര് മറയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ലൂക്കോസിന്റെ പേര് അധികം വരാഞ്ഞത്. ഹല്ലേലൂയ. ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളായിരുന്നു. ഇനി വേറൊരു വാക്യമുണ്ട്, അലക്സാണ്ടർ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ വാക്യമുണ്ട്. അത് നിങ്ങൾ നോക്കിയേ. 11-ാമത്തെ വാക്യം, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇനി അടുത്തത് 14-ാമത്തെ വാക്യം വായിച്ച്. 14-ാമത്തെ വാക്യത്തെ മോനെ, വേഴ്സ് 14. അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവർത്തികൾക്ക് ഞാൻ പകരം വീട്ടില്ല, കാര്യം എനിക്ക് ടൈം കുറവാണ്. അപ്പൊ പ്രതികാരം നമുക്കുള്ളതല്ലല്ലോ, വിട്ടേക്കണേ. അടുത്ത വാക്യട്ടെ, ഒരു വാക്യം കൊണ്ട് മേലോട്ട് വിട്ടേ, അല്ല മുമ്പോട്ട് വിട്ടേ. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നോട് നീയും. അതിന്റെ അർത്ഥം തന്നെ അലക്സാണ്ടർ നന്നായിട്ടില്ല. അവൻ എന്നോട് മാത്രമല്ല, പറ, അവൻ നിന്നോട് പോരാടും. അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ, സൂക്ഷിക്കുക. ഇങ്ങനെ ഒരു ഭയങ്കര ലിസ്റ്റ് ഈ മനുഷ്യനെടുക്കുക. ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു വാക്കൂടെ ഞാൻ പറയാം. വാക്യം 19 ഒന്ന് വായിച്ചേ. 19 ശ്രദ്ധിച്ച് വായിച്ചേ, ഒച്ചത്തി വായിക്കേ. ആ സഹോദരിയുടെ പേരെന്നാ വായിച്ചത്? ഒച്ചത്തി പറ. പ്രിസ്ക എന്നാണോ പേര് ശരിക്കും? പിന്നെ പ്രിസ്ക എന്നാണോ സഹോദരിയുടെ പേര്? പ്രിസ്ക എന്നല്ലേ നമ്മൾ വായിച്ചത്. പക്ഷെ ആ സിസ്റ്ററിന്റെ പേര് ശരിക്കും പ്രിസ്ക എന്നാണോ? ഇതെന്നാ ബ്ലാമൂടോ ഇത്? പ്രിസ്കില്ല, അതാ പേര്. ഒന്ന് വെച്ചിട്ട് പറഞ്ഞേ, പ്രിസ്കില്ല, അതാ പേര്. പക്ഷെ പൗലോസ് വിളിച്ചതെന്നാ? പ്രിസിന്നല്ല, പ്രിസ്ക. നിങ്ങൾ പറ, പെറ്റ് നെയിം ഒരാളെ വിളിക്കണമെങ്കിൽ ആ വീട്ടുകാരുമായിട്ടുള്ള പൗലോസിന്റെ ബന്ധം എന്നാന്ന് ആലോചിച്ച് നോക്കിയേ. പൗലോസ് വിളിച്ച ഫുൾ നെയിം അല്ല, പ്രിസ്ക. അഖിലാവും പ്രിസ്കില്ലയും അതാ അവരുടെ ഒഫീഷ്യൽ നെയിം. പക്ഷെ ഈ പൗലോസ് എന്ന് പറയുന്ന, നിങ്ങൾ ഇരുന്ന് കേട്ടവറിയാരെ, ഈ തിമിംഗലത്തിന്റെ വലിപ്പമുള്ള ആത്മശക്തി ചുമക്കുന്ന ഈ ദൈവ മനുഷ്യൻ ആ സഹോദരനെ വിളിക്കുക പ്രിസ്ക എന്ന് പറഞ്ഞത്. പൗലോസിന്റെ സ്പിരിച്വൽ റലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കർത്താവിന്റെ ദാസി. എനിക്കറിയില്ല, ഐ കാണ്ട് എക്സ്പ്ലെയിൻ, ഐ കാണ്ട്. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കയറി ഇടം പിടിക്കണമെങ്കിൽ ആ സഹോദരി ചുമന്ന അഭിഷേകത്തിന്റെ റലം എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ദൂതിന് ഗൗരവത്തില്ല, എനിക്ക് സമയത്ത് നിർത്താൻ ആഗ്രഹമുണ്ട്. ഈ പൗലോസിന് 2 നിജപുത്രന്മാരുണ്ട്. മൈ ഓൺ സൺ. 2 നിജപുത്രന്മാരിൽ ഒരാള്, പറ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നേ, ഒരാള് തീത്തോസും ഒരാള് തിമോത്തിയോസും. ഈ കൂട്ടത്തിൽ തിമോത്തിയോസിനോടുള്ള പൗലോസിന്റെ വൈകാരികത ഭയങ്കരമാണ്. ഞാൻ ദൂതിന്റെ ഗൗരവത്തിലെത്തിയേ. തിമോത്തിയോസിനെ പൗലോസ് സ്നേഹിച്ചത് ഉയരം കൊണ്ടല്ല, ഹെയർ സ്റ്റൈൽ കൊണ്ടല്ല, എഡ്യൂക്കേഷൻ കൊണ്ടല്ല. അവന്റെ അകത്തൊരു വിശ്വാസം തിളയ്ക്കുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കൾ, വൃത്തിയായിട്ടൊരു ആമേൻ പറഞ്ഞാട്ടെ. അവന്റെ അകത്തൊരു ഫെയ്ത്ത് കിടന്ന് വട്ടം കറങ്ങുകയാ. പൗലോസിനെ ആകർഷിച്ചത് അവന്റെ കഴിവല്ല, മറിച്ച് തിമോത്തി, മൈ ഓൺ സൺ ഇൻ ദ
the faith. കണ്ടോ ആ വാക്ക് നിങ്ങൾ കണ്ടോ? അവൻ എൻ്റെ ഓൺ സൺ ആണ്. വിശ്വാസത്തിൽ പൗലോസ് നോക്കുമ്പോൾ കമോൺ സ്തോത്രം ചെയ്ത് തിമോത്തിയോസിന്റെ അകത്ത് ഒരു വിശ്വാസം തിളയ്ക്കുകയാ. നോക്കിയപ്പോ മനസ്സിലായ അങ്കിള് ഇത് അവന്റെ അകത്തുള്ളതല്ല, അവന്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാ. ഓ ഹല്ലേലൂയ. അമ്മയുടെ അടുത്ത് ചെന്നപ്പോ മനസ്സിലായി ഇത് ഇവളിൽ ഉള്ളതല്ല, ഇത് വലിയമ്മ ലോവീസിലുള്ളതാ. ഒരു വിശ്വാസത്തിന്റെ കൈമാറ്റം. നമ്മുടെ 4 തലമുറയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞേ. 1-ാം തലമുറ അനുഭവം, 2-ാം തലമുറ അനുകരണം, 3-ാം തലമുറ അഭിനയം, 4-ാം തലമുറ അലർജി. ഒന്നുകൂടെ പറയട്ടെ. 1-ാം തലമുറ അനുഭവം, 2-ാം തലമുറ അനുകരണം, 3-ാം തലമുറ അഭിനയം, ആക്ട് ചെയ്യാൻ തുടങ്ങി, 4-ാം തലമുറയ്ക്ക് അലർജിയായി. ഇവിടെ 3-ാം തലമുറയ്ക്ക് ഒരുത്തിൻ്റെ അകത്ത് ഫെയ്ത്ത് കത്ത് നിൽക്കുക. ഓ നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. കത്ത് നിൽക്കുക ഫെയ്ത്ത്. പൗലോസ് അവനെ ചെന്ന് വട്ടഞ്ഞ് പിടിച്ചു. എനിക്കിതിനെ കളയാൻ പറ്റിയല്ലടാ കൊച്ചേ. കാര്യം എന്നറിയോ? നിന്റെ ബിടെക്കും നിന്റെ എംടെക്കും അല്ല എന്റെ വിഷയം. നിന്റെ അകത്തൊരു ഫെയ്ത്ത് കടന്ന് കറങ്ങുക. പ്ലാമൂട് സഭയ്ക്കകത്ത് ആമെ വിശ്വാസം തിളയ്ക്കുന്ന ചിലത്. നല്ലപോലെ കൈ അടിച്ചൊന്ന് ആരാധിച്ച നല്ലപോലെ റബദന ഉടിയ ജനയ സരകാതകന. ശ്രദ്ധിച്ചേ, ഈ തിമോത്തിയോസിനോട് പൗലോസ് തിമോത്തിയോസെ എല്ലാവരും കേട്ടിരിക്കണേ പ്ലീസ്. എനിക്ക് ഭയങ്കര വെപ്രാളവും ഭയവും തോന്നുന്നു. നിന്നെ എവിടെയോ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോണേ. നിന്നെ എവിടെയോ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോണത്. പാസ്റ്ററിന് 2 മക്കളാണോ ഒരാളാണോ? 2 പേര്, ഒരു പെൺകുട്ടിയും 2 പെൺകുട്ടികൾ. ഓക്കെ. മൂത്തയാൾ ഏത് ക്ലാസ്സിലായി? 9-ാം ക്ലാസ്സിലായി. റൈറ്റ്. അപ്പം സ്കൂളിൽ പോകുമ്പോൾ ഒരു വെപ്രാളം, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു വെപ്രാളം, വണ്ടിയിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ മഴ പെയ്യുമെന്നൊരു വെപ്രാളം, മഴ പെയ്താൽ തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമെന്നൊരു വെപ്രാളം. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു വെപ്രാളം ഇല്ല എവിടുത്തുകാർക്കല്ലേ? കൊച്ചിന് മാർക്ക് കിട്ടുമെന്നൊരു വെപ്രാളം, ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുമെന്ന് വേറൊരു വെപ്രാളം. അതൊക്കെ പിതൃത്വത്തിന്റെ മാതൃത്വത്തിന്റെ വേദനയുള്ള സുഖങ്ങളാണ് ആ വെപ്രാളങ്ങൾ. എൻ്റെ കുഞ്ഞ് പഠിക്കുന്ന വേറൊരു രാജ്യത്താ. എനിക്ക് നല്ലതായിട്ട് ഓട്ടമുണ്ട്. ഈ നല്ല ഓട്ടത്തിനിടയ്ക്കും ഒരു ദിവസം 2 പ്രാവശ്യം ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിരിക്കും. എൻ്റെ കാര്യം 2. എൻ്റെ വൈഫ് അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും. അത് കാണുമ്പോൾ ഞാൻ അവളുടെ മുഖം കണ്ട് സംസാരിക്കും. കാര്യം അവളുടെ സങ്കടങ്ങൾ അവളുടെ കണ്ണിൽ നിന്ന് വായിക്കാൻ എനിക്കറിയാം. കാര്യം ഞാൻ അപ്പയാ. നിങ്ങൾ എത്ര പേരിനെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓ ഹല്ലേലൂയ. ഇതുപോലെ മൈ ഓൺ സൺ, നിജപുത്രനെ കുറിച്ചുള്ള പൗലോസിന്റെ വേദനയാണ് തിമോത്തിയോസിന്റെ ലേഖനം. ആ വേദനക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ മക്കളെ? ആ വേദനക്കിടയ്ക്ക് പൗലോസ് തിമോത്തിയോസോട്, തിമോത്തിയോസേ നിന്റെ ആത്മമനുഷ്യനെ കുറിച്ച് എനിക്ക് ആരോഗ്യമുള്ള ചിന്തകൾ ഉള്ളപ്പോഴും നിന്റെ അജീർണത, നിന്റെ ഗ്യാസ്ട്രിക്, നിന്റെ വയറിനകത്തുണ്ടാകുന്ന എന്താ പറയുന്നത്, നിന്റെ അസിഡിറ്റി, നീ ഇങ്ങനെ അസമയത്ത് ഭക്ഷണം കഴിച്ചും സമയത്ത് കഴിക്കാതെ നീ വയറിനകല്ലേ അസിഡിറ്റി പിടിച്ച്, ഞാൻ ആ പദം പറയുമ്പോൾ ക്ഷമിക്കണേ, നീ ഇങ്ങനെ ഏമ്പക്കം വിടാൻ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടടാ. എന്നിട്ട് പറയാ എൻ്റെ മക്കൾ അജീർണ ഒരു ശകലം വീഞ്ഞ് എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിന്റെ ശാരീരിക ബലഹീനത പോലും പൗലോസ് എന്ന അപ്പന് വേദനയാ. ഒരു ദൈവ പൈതൽ ഒരു ഞായറാഴ്ച വന്ന് വാടിയിരിക്കുമ്പോ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ പാസ്റ്റർ ഒരു ഫോൺ കോള്, എന്നാ സിനിമ ഇന്നൊരു ക്ഷീണം പോലെ ആയിരുന്നല്ലോ. കണ്ടോ ആ ദൈവ മനുഷ്യന് ആമെ ഒരു വിശ്വാസിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള കൺസേൺ. ഇതൊക്കെ കണ്ണടച്ചിരുന്ന് കേട്ടോണ്ടല്ലോ കസേരയോടെ തള്ളിമറിച്ചിടണം. അതാ വേണ്ടത്. അത്രയും കഷ്ടപ്പെട്ട് ഞാനിത് പറയുമ്പോ
രക്തത്താൽ എന്നാ പറയാൻ, ആരോട് പറയാനാ? ഹല്ലേലൂയ. എനിക്ക് വെപ്രാളം വരുന്നു തിമോത്തിയോസേ. നിന്നെ ഞാൻ 4 കൂട്ടം കാര്യം ഞാൻ പറയാമോ, നിന്നെ ഞാൻ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും? എൻ്റെ പിതാക്കന്മാരെല്ലാം കേൾക്കുന്നുണ്ട്. നിന്നെ ഞാൻ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും? 4 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചേ പറ്റത്തുള്ളൂ. എടുത്തേ, തിമോത്തിയോസിന്റെ ലേഖനം എടുത്തേ, 4 കൂട്ടം കാര്യങ്ങൾ. 1 chapter 1 verse 18, 1:18 വായിക്കും, പെട്ടെന്ന് വായിക്കും, സമയം കളയാതെ പടപടാന്ന് വായിക്കും, സമയം പോണം. ഇത്ര സമയം കളയാനില്ല. 1:18 തിമോത്തിയോസേ. നിങ്ങൾ കേട്ടോ, നീ വിശ്വാസം നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കുക. അടുത്ത വാക്യം അവിടെ ആയിരിക്കും. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസം കപ്പൽ തകർന്നു പോയി. അപ്പൊ തിമോത്തിയോസേ, നീ എവിടെയാ നിൽക്കുന്നത്? നല്ല മനസാക്ഷി കളഞ്ഞവരുടെ നടുക്ക്. നിങ്ങൾ എന്നോട് കൂടെ വന്നേ. തിമോത്തിയോസോട് പൗലോസ് നെഞ്ചുപൊട്ടി പറയാ, നീ എവിടെയാ നിൽക്കുന്നത്? നല്ല മനസാക്ഷി കളഞ്ഞവർ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരുണ്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ചില കുറിച്ച് ആ പുള്ളിക്ക് ഒരു മനസാക്ഷിയില്ലെന്ന് പറയത്തില്ലേ? ഇതുപോലെ പൗലോസ് തിമോത്തിയോസിനോട് നീ എവിടെയാ നിൽക്കുന്നത്? മനസാക്ഷി, സെൽഫ് കോൺഷ്യൻസ്, മനസാക്ഷി തള്ളിക്കളഞ്ഞവരുടെ നടുക്ക്. സൂക്ഷിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ, അപകടം. ഇനി അടുത്ത വാക്യം വായിച്ച്, രണ്ടാമത്തെ വാക്യം, അടുത്ത വാക്യം വായിച്ച് 5-ാം അധ്യായത്തിന് 5 chapter 5 verse 12, 5:12. മതി മതി മതി, അത്ര മതി. തിമോത്തിയോസേ, നീ നിൽക്കുന്നത് മനസാക്ഷി ഇല്ലാത്തവരുടെ നടുക്ക് മാത്രമല്ല, ആദ്യ വിശ്വാസം കളഞ്ഞവരുടെ ഇടയ്ക്കാണ്. കണ്ടോ, ദൂത അപകടത്തിലോട്ട് പോവുക. 1 മനസാക്ഷി കളഞ്ഞവർ, 2 വിശ്വാസം കളഞ്ഞവർ. ഇനി 6:20 വായിച്ചേ, chapter 6 verse 20. തിമോത്തിയോസേ, തിമോത്തിയോസേ, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങൾ ഉള്ളവരുടെ നടുക്ക നീ നിൽക്കുന്നത്. ഇനി 4-ന്റെ 1 വായിച്ചേ, chapter 4 verse 1. എന്റെ ദൈവമേ, ഇതിൽ കൂടുതൽ വല്ലതും വേണോ? ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങൾ മാത്രമല്ല, വ്യാജാത്മാക്കളെ ചുമക്കുന്നവരുടെ നടുക്കാ നീ നിൽക്കുന്നത്. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യാജാത്മാക്കൾ. എന്നിട്ട് പൗലോസ് ആ വാക്യം നിങ്ങൾ വായിപ്പിക്കാൻ നേരത്തോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അവരോട് പറയാം, ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലര് നാളെ വീഴും, പക്ഷെ നീ ഇളകരുത്. നിങ്ങൾ പറ, ഒരാൾ പുതുതായിട്ട് വിശ്വാസത്തിൽ വരുമ്പോൾ അവർക്ക് യേശുവിനെ കാണാനുള്ള വെളിപ്പാടുണ്ടോ? ഇല്ല. അവർ കാണുന്നത് ഇവിടെയുള്ള ദൈവമക്കളെയും നമ്മുടെ പാസ്റ്ററേയും നമ്മളെയൊക്കെ. അവർ നമ്മളെ ദൈവതുല്യരായിട്ടങ്ങ് കാണും. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ ഇന്ന അങ്കിള്, ഇന്ന അമ്മമ്മ, ഇന്ന ആള്, അയ്യോ അവരൊക്കെ 3-ാം സ്വർഗത്തിൽ നിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഇവർ കുരുത്തക്കേട് കാണിക്കും. അവരമ്മരോടുക്കും, ദൈവമേ, പള്ളി വിട്ടത് വെറുതെയായി, പ്രാർത്ഥിക്കാൻ പോയത് വെറുതെയായി. കണ്ടോ, തിമോത്തിയോസോട് പറയാ, തിമോത്തിയോസേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ലീഡിങ് ക്യാരക്ടേഴ്സ് നാളെ ഉരുണ്ട് വീഴും, പക്ഷെ നീ ഇളകരുത്. ഒരാമേൻ പറ, നീ ഇളകരുത്. കാരണം എന്നാ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളിലേക്ക് പോകും. നീ ഇളകരുത്. ഇത് പറഞ്ഞേച്ച് എന്റെ വാക്ക് നിർത്തുകയാ. ഇത് പറഞ്ഞേച്ച് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാ, എന്നാ ഞാൻ നിനക്ക് ഒരാളെ തരാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. ആ വാക്യത്തിന്റെ മർമ്മം എന്നാന്നറിയാവോ? അവൻ ജഡത്തിൽ ഇറങ്ങിയിട്ട് ജഡത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാത്ത ഒരാളെ പരിചയപ്പെടുത്താം. എത്ര പേരുടെ കൂടെയുണ്ട്? ആമേ. ഇനി ഒരു വാക്ക് ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ ഞാൻ ചുമന്നുകൊണ്ട് വന്നൊരു വാക്ക് ഞാൻ പറയാം. ഒരായുസ് അവൻ ഇവിടെ ജീവിച്ചിട്ട് അവൻ മരിക്കുമ്പോൾ അവൻ എടുക്കപ്പെട്ടത് തേജസ്സിലാണെന്ന് പറഞ്ഞാൽ അതിന് മലയാളം, അവൻ തേജസ് കളയാതെ ജീവിച്ചവനാ.
എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഒന്നാമത്തെ ആദാമിന് നഷ്ടപ്പെട്ടത് ബാങ്ക് അക്കൗണ്ട് അല്ല, നഷ്ടപ്പെട്ടത് തേജസ്സാ. തേജസ് കളയാത്തൊരു തലമുറ. ഇന്ന് രാവിലെ മുഴുവൻ ഞാൻ ഈ കണ്ടക്ഷോഭം ചെയ്തതിനാണെന്നറിയോ? ജീവിതത്തിൽ കയറ്റിറക്കങ്ങൾ വരുമ്പോൾ, മനസ്സിളക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, ചുമ്മാട് കെട്ടി ചുമക്കാൻ കഴിയാത്ത വേദനകൾ, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ നിന്റെ നേരെ വരുമ്പോൾ, എൻ്റെ ഭാഷ പറഞ്ഞ ഓരത്തേന്ന് കൈ ഊരിപ്പോയാലും അകത്തുനിന്ന് തേജസ് പോകാതിരിക്കാൻ നോക്കിക്കോണം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്ലീസ് സ്റ്റാൻഡ് ടുഗദർ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഇല്ലാതെ ആയാലും തേജസ്, എല്ലാ കുഞ്ഞുങ്ങളും വലിയവരെല്ലാവരും, all of you please. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ യേശുനാഥ, ഇന്നേരം എല്ലാ കടകളും നീയാണെന്നെല്ലാം അപ്പാ, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നീ ജീവൻ നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. നീ ജീവൻ നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ ഒരു നിമിഷം ദൈവമക്കളിനെ ഒന്ന് ശ്രദ്ധിച്ചു, ഒന്ന് കണ്ണൂർ നോക്കാമേ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ദൂതന്റെ ഗൗരവം മനസ്സിലാകും. സീനായ് മലയിൽ വെച്ച് വചനം കൽപ്പലകയിൽ കൊത്തി താഴോട്ട് കൊടുത്തു വിട്ടായിരുന്നു. ഹലോ, സീനായ് മലയിൽ വെച്ച് ഒന്ന് പറ, സഹായിക്കേ. വചനം കൽപ്പലകയിൽ കൊത്തി താഴോട്ട് വിട്ടായിരുന്നു. പക്ഷെ പാസ്റ്ററെ, ഒന്ന് വായിക്കുന്നതിന് മുമ്പ് അത് പൊട്ടിച്ചു കളയേണ്ടി വന്നു. ഒന്ന് വായിക്കുന്നതിന് മുമ്പ് എനിക്കിത് പറയുമ്പോൾ വലിയ വായിലെ കരയണമെന്നുണ്ട്. വചനം ആദ്യം താഴോട്ട് ഇറങ്ങിയത് കൽപ്പലകയിൽ കൊത്തിയാണ്. കല്ലിൽ കൊത്തി ഇറങ്ങിയ വചനം ഒന്ന് വായിക്കുന്നതിന് മുമ്പ് നശിച്ചുപോയി, പൊട്ടിച്ചു കളഞ്ഞു. അന്നേ ദൈവം തീരുമാനിച്ചു, കേൾക്കുന്നുണ്ടോ? അന്നേ ദൈവം തീരുമാനിച്ചു, ഇനി കൽപ്പലകയിൽ കൊത്തി വിടുകയില്ല, ഇനി പുത്രൻ ജഡമെടുക്കാൻ പോവാ. സീനായ് മലയിൽ കല്ലിൽ കൊത്തിവിട്ട വചനം ഇപ്പൊ മറിയയുടെ ഗർഭത്തിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ആ വചനമാകുന്ന കർത്താവാണ് നമ്മളോട് പറഞ്ഞത്, ഞാൻ എടുക്കപ്പെടുന്നത് വരെ എന്റെ തേജസ് തകരാൻ ഞാൻ അനുവദിച്ചില്ല. എന്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു പറഞ്ഞല്ലോ പറയാം, എന്തും പൊക്കോട്ടെ, പക്ഷെ ദൈവം നിന്റെ അകത്തിട്ട ഗ്ലോറി കളയരുത്. തേജസ് പോയാൽ പിന്നെ വെള്ള സാരി കൊണ്ടും ലിനന്റെ വെള്ള ഷർട്ട് കൊണ്ടും പ്രയോജനമില്ല.
തേജസ് പോയാൽ പിന്നെ മീശ പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. തേജസ് പോയാൽ പിന്നെ കൈയടിച്ചിട്ട് പ്രയോജനമില്ല. മക്കൾ കേൾക്കുന്നുണ്ടോ? തേജസ് പോയാൽ പിന്നെ എന്ത് ചെയ്താലും പ്രയോജനമില്ല. തേജസ് പോയാൽ പിന്നെ ആമ്പിള്ളേർ കേൾക്കുന്നുണ്ടോ? തേജസ് പോയാൽ വർഷിപ്പ് ചെയ്യുന്ന മക്കളെ, കർത്താവിന്റെ ദാസന്മാരെ, തേജസ് പോയാൽ സുഭാഷ് കുമരകത്തെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആരെ കൊണ്ടോ ഒരു യൂസുമില്ല. ഇന്ന് ഈ പകൽ ഈ ഉപവാസ പ്രാർത്ഥന വളരെ ഹ്രസ്വമായി യോഗത്തിനിടയ്ക്ക് ദൈവത്തിന് പറയാൻ ഒറ്റതേ ഉള്ളൂ. എന്ത് പോയാലും എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഹൃദയം അറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. തത്തമ്മ വർത്താനം പറയുന്നത് പോലെയോ പാവ ചലയ്ക്കുന്നത് പോലെയോ അല്ല, ഹൃദയം നൊന്തൊന്ന് പറഞ്ഞു വയ്ക്കാം. അപ്പ തേജസ് കളയാൻ നീ ജീവൻ നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. നീ ജീവൻ നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. ഒരിക്കൽ കൂടെ പാടിക്കേ. നീ ജീവൻ നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ പുത്രനാക്കി. എന്റെ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നമുക്കൊരു നിമിഷത്തെ പ്രാർത്ഥിക്കാം. എന്റെ മാന്യരായ പിതാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ട അമ്മമാർ, എന്റെ സഹോദരങ്ങൾ, മക്കൾ, അഭിഷിക്തന്മാർ, അപ്പായെ, നിന്റെ തേജസ് നഷ്ടപ്പെടുന്ന ഒരു കടലിടുക്കലും ഞങ്ങളെ പെടുത്തരുത്. നിന്റെ തേജസ് കളയുന്ന ഒരു ബന്ധങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകരുത്. നിന്റെ തേജസ് കളയുന്ന ഒരു കൂട്ടുകെട്ടുകളും ഞങ്ങൾക്ക് വേണ്ട. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞുമക്കളും, എന്റെ പ്രിയപ്പെട്ടവരും, എന്റെ പിതാക്കന്മാരും, എന്റെ കർത്താവിന്റെ ദാസൻ, നിന്റെ തേജസ് പൊട്ടിപ്പോകുന്ന ഒരു ബന്ധങ്ങളും ഞങ്ങൾക്ക് വേണ്ട. നാളെ ഞങ്ങളുടെ കിട്ടുന്ന 1,00,000 രൂപ ഞങ്ങളുടെ തേജസ് കളയുമെങ്കിൽ ആ കാശ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വാഹനം നിന്റെ തേജസ് കളയുന്നെങ്കിൽ ഞങ്ങൾക്കത് വേണ്ടപ്പ. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി നിന്റെ തേജസ് കളയുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട്. കമോൺ, കരയാൻ പറ്റുന്നെങ്കിൽ അപ്പായോട് പറ. ആമേ, പ്രാർത്ഥനയെ അഭിനയിക്കാതെ ഒന്ന് നെഞ്ചു പൊട്ടി ഒന്ന് കരയാ. അപ്പ നിന്റെ തേജസ് കളയുന്ന ഒന്നും വേണ്ടപ്പ.